അധ്വാനങ്ങൾക്ക് ഫലം, പ്രയത്നങ്ങൾക്ക് പ്രതിഫലം പടച്ച തമ്പുരാന്റെ കോടതിയിൽ നിന്ന് നേടാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. രാത്രിയുടെ നിശബ്ദതയിലുള്ള നമ്മുടെ നിസ്കാരം, പകലിൽ നാം പിടിക്കുന്നതായ നോമ്പുകൾ, നാം ചെയ്യുന്ന സ്വതക്കകൾ, നാം ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ, ഇതിനെല്ലാം പടച്ചവനിൽ നിന്ന് പുണ്യം കിട്ടണമെന്നും പ്രതിഫലം കിട്ടണമെന്നും സമ്മാനം കിട്ടണമെന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ സച്ചരിതരായ സജ്ജനങ്ങൾക്കായി സജ്ജീകരിച്ചിരിക്കുന്ന അനുഗ്രഹപൂരിതമായ സ്വർഗ്ഗലോകം കരസ്ഥമാക്കണമെന്നും കൊതിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ഈ പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ പുണ്യങ്ങളെല്ലാം പാഴാക്കപ്പെടുന്ന ചില ആളുകളെ പറ്റി വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. പുണ്യങ്ങളെ പാഴാക്കുന്നവർ, ഒരുപാട് പുണ്യങ്ങൾ നേടിയെടുക്കുവാൻ ആഗ്രഹത്തോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ പുണ്യങ്ങളൊക്കെ പാഴായി പോയി പരമപാപികളായി കൊണ്ട് പടച്ച തമ്പുരാന്റെ കോപം പിടിച്ചു വാങ്ങിക്കൊണ്ട് നാരകീയ ശിക്ഷകൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളെ പറ്റി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയാ. അറിയുമല്ലോ, ഞാനും നിങ്ങളും നന്മകൾ ചെയ്യുന്നത് പടച്ചവന്റെ പൊരുത്തം കിട്ടാനാണ്. നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ നമ്മൾ ഓരോരുത്തരും ഹാജരാക്കപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് മുത്തല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്, പരിചയപ്പെടുത്തുകയാണ്. എല്ലാ ഓരോ മനുഷ്യരും നാളെ പടച്ച തമ്പുരാന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമ്പോൾ സർവകോടി മനുഷ്യ മക്കളും സർവേശ്വരനായ പടച്ച തമ്പുരാന്റെ കോടതിയിൽ വിളിച്ചു ചേർക്കപ്പെടുമ്പോൾ അതേ ഹുഫാതൻ ഉറാതൻ ഹുർലാ, പരിപൂർണ നഗ്നരായിക്കൊണ്ട്, നഗ്നപാതരായിക്കൊണ്ട്, ജനാകർമ്മം ചെയ്യപ്പെടാത്തവരായ നിലയിൽ ഓരോരുത്തരും നാളെ പടച്ചവന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമ്പോൾ എങ്ങനെയുള്ള പ്രദേശത്താണ് പടച്ചവൻ നമ്മളെ ഹാജരാക്കുന്നത്? പുല്ലുപുഷ്പങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങളല്ല, മരങ്ങളോ തണലോ തണുപ്പോ ഉള്ള പ്രദേശമല്ല, നമുക്ക് കാറ്റ് കിട്ടുന്നതായ സമാധാനം കിട്ടുന്ന പ്രദേശമല്ല. പരിപൂർണ നഗ്നരായിക്കൊണ്ട് ഒരു ചെരുപ്പ് പോലുമില്ലാതെ ഓരോരുത്തരും ഹാജരാക്കപ്പെടുന്നത് ഒരു കട്ടിച്ചെമ്പുവാകിയ മൈതാനത്താണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. കട്ടിച്ചെമ്പുവാകിയ തറയിൽ ഓരോരുത്തരെയും കൊണ്ടുവന്ന് നിർത്തുന്ന പടച്ച തമ്പുരാൻ ഇന്ന് ലക്ഷോപലക്ഷം മൈലുകൾ അകലെ നിൽക്കുന്നതായ സൂര്യനുണ്ടല്ലോ, ഈ സൂര്യനെ തലയുടെ തൊട്ടുമുകളിൽ കൊണ്ടുവന്ന് നിർത്തുന്ന പടച്ച തമ്പുരാൻ തലയുടെ തൊട്ടുമുകളിൽ സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിച്ചു നിൽക്കുകയാണ്. ഒരു ചെരുപ്പ് പോലും ഇല്ലാതെ ഓരോ മനുഷ്യരും ഇങ്ങനെ കട്ടിച്ചെമ്പിന്റെ പുറത്ത് നിൽക്കുകയാ. ചെയ്തു പോയ തെറ്റിന്റെ തോതനുസരിച്ച് വെട്ടിത്തിളയ്ക്കുന്ന ദുർഗന്ധം വമിക്കുന്ന വിയർപ്പില് ഓരോരുത്തരും മുങ്ങിമറിയാൻ തുടങ്ങുകയാ. ഇപ്രകാരം ഒരു മഹ്ശറയുടെ തിരുമുറ്റത്ത് പടച്ചവൻ നമ്മളെ ഒന്ന് ചേർക്കുമ്പോൾ അല്ലാഹുവേ, അസഹനീയമായ ചൂട് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല, നരകത്തിലേക്കായാലും കുഴപ്പമില്ല നാഥ, ഈ മഹ്ശറയിൽ നിന്ന് ഞങ്ങൾക്കൊരു മോചനം നൽകുമോ എന്ന് പടഞ്ഞുകൊണ്ട് നാഥനായ തമ്പുരാന്റെ മുന്നിൽ ഓരോരുത്തരും പൊട്ടിക്കരഞ്ഞ് നിലവിളിക്കുന്ന സന്ദർഭമില്ലേ? ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. ജീവിതകാലത്തിൽ ചെയ്തു കൂട്ടിയ ഓരോ തെറ്റുകളും കൊണ്ടുവരപ്പെടുന്നതായ ദിവസം, ഓരോ നന്മകൾക്കും പ്രതിഫലം നൽകപ്പെടുന്നതായ ദിവസം, ഒരു ചെറിയ തെറ്റിന്റെ പേരിൽ പോലും മനുഷ്യൻ നെട്ടോട്ടമോടുന്നതായ ദിവസം, ഒരു ചെറിയ നന്മയ്ക്ക് വേണ്ടി മനുഷ്യൻ പരക്കം പായുന്നതായ ദിവസം, അന്ന് അല്ലാഹുവിന്റെ മുന്നിൽ ലോകത്തുള്ള സർവ്വകോടി മനുഷ്യ മക്കളും ഹാജരാക്കപ്പെടുമ്പോൾ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ ഓരോരുത്തരും പരിതപിക്കുമ്പോൾ ഒരു ചെറിയ നന്മയെങ്കിലും തനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഓരോരുത്തരും കൊതിച്ചു പോകുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ് ആ സന്ദർഭത്തിൽ അതേ ചില മനുഷ്യരുടെ അവസ്ഥ എന്തെന്നറിയുമോ? യൗമ യറൗനൽ മലായികത ലാ ബുശ്റാ യൗമഇദിൽ ലിൽ മുജ്രിമീൻ
ويقولون حجرا محجورا وقدمنا إلى ما عملوا من عمل فجعلناه هباء منثورا. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അന്നൊരു സന്ദർഭത്തിൽ ഒരു കൂട്ടം ആളുകളെ കാണുന്നതാണ്. യൗമ യറൗനൽ മലായികത ലാ ബുശ്റാ യൗമഇദിൽ ലിൽ മുജ്രിമീൻ. ഈ പാപികളായവരെ, കുറ്റകൃത്യങ്ങൾ അധികവും പേറിക്കൊണ്ടുവന്നവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ചില വിശുദ്ധികൾ കാത്തു സൂക്ഷിക്കാത്തതിന്റെ പേരിൽ പടച്ചവന്റെ ദർബാറിൽ വലിയ കുറ്റക്കാരായി നിങ്ങളെ ഹാജരാക്കപ്പെടുകയാ. അതുകൊണ്ട് കുറ്റക്കാരായ ഹാജരാക്കപ്പെട്ടവരെ, പാപികളായി അല്ലാഹുവിന്റെ ദർബാറിലേക്ക് വന്നവരെ, ആ പാപികളായ മനുഷ്യരോട് അല്ലാഹുവിന്റെ മാലാഖമാർ വലയം ചെയ്തവരോട് അറിയിപ്പ് വരികയാണ്. വയൗമ യറൗനൽ മലായികത ലാ ബുശ്റാ യൗമഇദിൽ ലിൽ മുജ്രിമീൻ വയഖൂലൂന ഹിജ്റൻ മഹ്ജൂറാ. യാതൊരുവിധ സമാധാനമോ സന്തോഷമോ ഇല്ലാത്ത സന്താപം കൊണ്ട് നിറയ്ക്കപ്പെട്ട സന്ദർഭത്തിൽ വയഖൂലൂന ഹിജ്റൻ മഹ്ജൂറാ, നിങ്ങളെ മുഴുവനും ഇവിടെ ഉപരോധിക്കപ്പെട്ടിരിക്കുകയാ. നിങ്ങൾ ഉപരോധിക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ പുണ്യങ്ങൾ ഉപരോധിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉപരോധിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ പുണ്യങ്ങളെ പാഴാക്കപ്പെട്ടിരിക്കുകയാ. പടച്ചവനും പറയുകയാണ്, മനുഷ്യരുടെ അവസ്ഥ എന്താ? അവരവരുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പുണ്യങ്ങൾ പ്രവർത്തനങ്ങളിലേക്ക് പടച്ച തമ്പുരാനിതാ നോക്കുകയാണ്. എന്നിട്ടോ അവരുടെ പുണ്യങ്ങളെല്ലാം തകർക്കപ്പെടുകയാ. കാറ്റിൽ പറത്തപ്പെടുന്ന പൊടിപടലങ്ങളെ പോലെ തകർന്ന് തരിപ്പണമായ പുണ്യങ്ങളുമായി അല്ലാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന, പുണ്യങ്ങൾ പാഴാക്കപ്പെട്ടവർ, നന്മകളെ നശിപ്പിച്ചു കളയുന്നവർ, പടച്ചവന്റെ പ്രതിഫലം ഒരിക്കലും നേടിയെടുക്കാൻ കഴിയാത്തവർ, ഇങ്ങനെയൊരു കൂട്ടരെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ അല്ലാഹുവിന്റെ പ്രതിഫലത്തിന് വേണ്ടി കൃത്യമായി അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുന്നവരെവിടെ? വിശുദ്ധമായ റമദാൻ പകലിൽ മുഴുവനും പട്ടിണിയും ദാഹവും സഹിച്ചുകൊണ്ട് പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി നോമ്പ് പിടിച്ചവരെവിടെ? പാവപ്പെട്ട പെൺകുട്ടിക്ക് വിവാഹം നടത്താൻ ലക്ഷങ്ങൾ കൊടുത്തവരെവിടെ? ക്യാൻസർ രോഗികൾക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിച്ചവരെവിടെ? ദീനീ സദസ്സ് സംഘടിപ്പിച്ചവരെവിടെ? ദീനീ പ്രഭാഷണങ്ങൾ നടത്തിയവരെവിടെ? ഇപ്രകാരം പുണ്യങ്ങൾ ചെയ്തു കൂട്ടിയവർ, പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി നന്മകളിൽ വ്യാപൃതരായവർ, എങ്കിലോ ഫജഅല്ലാഹു ഹബാഅൻ മൻസൂറാ, അവരുടെ നിസ്കാരങ്ങൾ നിഷ്ഫലമാകുന്ന ദിവസം, അവരുടെ നന്മകൾ നിഷ്ഫലമാകുന്ന ദിവസം, അവരുടെ പുണ്യങ്ങൾ പാഴാക്കപ്പെടുന്ന ദിവസം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ ഈ ഒരു ദിവസത്തിൽ വിജയം വരിക്കാൻ നാഥനായ തമ്പുരാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, പുണ്യങ്ങളും പ്രതിഫലങ്ങളും ഒക്കെ പാഴാക്കപ്പെടുന്ന ചില ആളുകൾ ജീവിതകാലത്ത് അവർ ചെയ്ത നന്മകളുമായി എന്റെ മുന്നിൽ വരും. ആ സന്ദർഭം വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമൽ, അവരുടെ നന്മകളിലേക്ക് ഞാൻ നോക്കും. ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ, ആ നന്മകളെ പുണ്യങ്ങളെ മുഴുവനും തകർത്ത് തരിപ്പണമാക്കും. കാരണം സ്വീകരിക്കപ്പെടേണ്ട നന്മകളല്ല അത്, പ്രതിഫലം നൽകപ്പെടേണ്ടുന്ന പുണ്യങ്ങളല്ല അത്. ജീവിത കാലഘട്ടങ്ങളിൽ ചില വിശുദ്ധികൾ കൈവരിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ, ജീവിത കാലഘട്ടത്തിൽ സൂക്ഷ്മത കൈവരിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ, എപ്രകാരം രാജാവ് തിരുമനസ്സിന്റെ സദസ്സിൽ നിന്ന് വില ഉയർന്ന സമ്മാനങ്ങൾ കൊതിച്ചുകൊണ്ട് പകലന്തിയോളം കൃഷിയിടങ്ങളിൽ പാടുപെട്ട പണിയെടുത്ത കൃഷിക്കാരൻ, എന്നാൽ തന്റെ കൃഷിയിൽ സൂക്ഷ്മതയും വിശുദ്ധിയും കൈവരിക്കാത്തതിന്റെ പേരിൽ ഉൽപാദിപ്പിച്ചെടുത്ത വിഭവങ്ങൾ വിഷം കലർന്നായി പോയി ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്ന നിമിഷം നാം ഒന്ന് ചിന്തിക്കണം. നമ്മുടെ നിസ്കാരങ്ങളിൽ സൂക്ഷ്മതയില്ലാത്തത് കൊണ്ട്,
നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ സൂക്ഷ്മതയില്ലാത്തത് കൊണ്ട് ജീവിതകാലത്ത് ചില വിശുദ്ധികൾ കൈവരിക്കാൻ കഴിയാത്തത് കൊണ്ട് നാളെ അല്ലാഹുവിൽ നിന്ന് സമ്മാനം നൽകപ്പെടേണ്ടെന്നതിന് പകരം കഠിനകഠോരമായ ശിക്ഷകൾ ഏറ്റുവാങ്ങുന്ന ഒരു കൂട്ടം ആളുകൾ. അല്ലാഹു ആ അവസ്ഥയിൽ നമ്മെ ഓരോരുത്തരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ കേവലം പുണ്യങ്ങൾ ചെയ്യൽ മാത്രമല്ല, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, പർദയുണ്ട്, സ്വലാത്ത് എത്ര വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്, ദിക്റുകൾ ചെല്ലാൻ തയ്യാറാണ്, ദീനി സദസ്സുകൾ എത്ര വേണം, 50,000 വേണമോ 1,00,000 വേണമോ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഈ പുണ്യങ്ങളൊക്കെ സ്വീകരിക്കപ്പെടേണ്ട, ആ പുണ്യങ്ങൾ സ്വീകരിക്കപ്പെടേണ്ടെന്ന യോഗ്യത നേടിയെടുക്കാൻ, ഈ നന്മകൾ കൊണ്ട് സ്വർഗം കരസ്ഥമാക്കുവാനുള്ള ഒരു യോഗ്യത നേടിയെടുക്കുവാൻ ജീവിതത്തിൽ പരമപ്രധാനമായ ചില വിശുദ്ധികൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും കർമ്മവിശുദ്ധി കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ വിലയിരുത്തൽ നടത്തണം. നന്മകൾ ഓരോന്ന് ചെയ്യുമ്പോഴും വിശ്വാസ രംഗത്ത് വിശുദ്ധി കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നന്മകളിൽ നാം ഓരോരുത്തരും വ്യാപൃതരാകുമ്പോഴും സാമ്പത്തിക രംഗത്ത് വിശുദ്ധി കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമുക്ക് നന്മകൾ ചെയ്ത പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ കൊതിക്കുമ്പോഴും കുടുംബരംഗത്ത് വിശുദ്ധി കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? സ്വർഗം നേടിയെടുക്കാനുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോഴും സാമൂഹിക രംഗത്തെ വിശുദ്ധി കൈവരിക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? ഈ വിശുദ്ധികൾ കർമ്മരംഗത്തെ വിശുദ്ധി, വിശ്വാസരംഗത്തെ വിശുദ്ധി, സാമ്പത്തിക രംഗത്തെ വിശുദ്ധി, കുടുംബരംഗത്തെ വിശുദ്ധി, സാമൂഹിക രംഗത്തെ വിശുദ്ധി, ഈ വിശുദ്ധികൾ കൈവരിക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഒരാണിനെ, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പുണ്യങ്ങൾ പാഴാക്കപ്പെട്ടവരാണവർ. പടച്ചതമ്പുരാൻ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നന്മകളിൽ, നമ്മുടെ പുണ്യങ്ങളിൽ കർമ്മവിശുദ്ധി നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? നാം ഓരോരുത്തരും ഒരാത്മപരിശോധന നടത്തണം. കർമ്മവിശുദ്ധി നേടിയെടുത്തോ? നാം ചെയ്യുന്ന നന്മകൾ ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ നന്മകളുടെ പരമപ്രധാനമായ ലക്ഷ്യം എന്താണ്? പടച്ചവന്റെ പൊരുത്തത്തിനപ്പുറം പൊതുജനത്തിന്റെ പൊരുത്തമാണെങ്കിൽ, നാട്ടുകാരുടെ കയ്യടിയാണെങ്കിൽ, അതാണ് ലക്ഷ്യമാക്കുന്നതെങ്കിൽ, ഈ മൈക്കിന് മുന്നിൽ നിങ്ങളോട് ദീനീ പ്രഭാഷണം നടത്തുന്ന വിനീതനെ സംബന്ധിച്ചിടത്തോളം എന്റെ ലക്ഷ്യം പൊതുജനത്തിന്റെ കയ്യടിയാണെങ്കിൽ, പേരും പെരുമയും പ്രശസ്തിയുമാണെങ്കിൽ, ഈ കോരിച്ചൊരിയുന്ന മഴയിലും പാടുപെട്ട് പണിയെടുത്ത് ഈ സംഘാടകർ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് പൊതുജനത്തിൽ നിന്ന് പേരിനും പ്രശസ്തിക്കുമാണെങ്കിൽ, നമ്മുടെ നിസ്കാരം, നമ്മുടെ മറ്റ് കർമ്മങ്ങൾ പൊതുജനത്തിൽ നിന്ന് നമുക്ക് പ്രശംസ പിടിച്ചു പറ്റാനാണെങ്കിൽ, പടച്ചവന്റെ പൊരുത്തത്തിനപ്പുറം മറ്റേതെങ്കിലും നേട്ടമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, കർമ്മവിശുദ്ധിയില്ലാതെ നന്മകൾ പാഴാക്കപ്പെട്ടവരായി നാം മാറിപ്പോകുന്നു. കർമ്മവിശുദ്ധിയില്ലാത്തവരായി മാറിപ്പോകുന്നു. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നന്മകളുടെ അളവെടുപ്പ് നടക്കുന്നതായ ദിവസം പുണ്യങ്ങളുടെ പ്രതിഫലങ്ങൾ നൽകപ്പെട്ടിട്ട് സ്വർഗമാണോ നരകമാണോ വിധിക്കപ്പെടുന്നെന്ന് കരുതി ഓരോ മനുഷ്യരും പടച്ചവന്റെ ദർബാറിൽ ഹാജരാക്കപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പറയുകയാ, 3 ആളുകളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ കൊണ്ടുവരികയാ. 3 ആളുകളെ പടച്ച തമ്പുരാൻ അവരെ കൊണ്ടുവരികയാണ്. ആരൊക്കെയാണ് 3 ആളുകൾ? ഒന്നാമതായി ഒരു വലിയ പണ്ഡിതനെ, പ്രഭാഷകനെ കൊണ്ടുവരികയാ. എന്നിട്ട് പടച്ചവൻ ആ മനുഷ്യന്റെ ജീവിതത്തെ പറ്റി ചോദ്യം ചെയ്യുകയാണ്. ഭൂമിയിൽ നീ എങ്ങനെയാണ് ജീവിച്ചത്? നിനക്ക് ഞാൻ വിജ്ഞാനവും വിവരവും നൽകിയല്ലോ, എങ്ങനെ നീ ഭൂമി ലോകത്ത് ജീവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഈ വലിയ പണ്ഡിതനായ, പ്രഭാഷകനായ, ഖുർആൻ പാരായണ വിദഗ്ധനായ ഈ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുന്ന, നാഥാ തഅല്ലംതുൽ ഇൽമ മിൻ അജ്ലിക വഖറഅതുൽ ഖുർആന മിൻ അജ്ലിക.
അല്ലാഹുവേ ഞാൻ ഇൽമ പഠിച്ചത് നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണല്ലാ, നിന്റെ പ്രീതി കരുതിക്കൊണ്ട് നിന്നിൽ നിന്നുള്ള പ്രതിഫലം കിട്ടാ നിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഞാൻ ഇൽമ പഠിച്ചുവല്ല. അങ്ങനെ ഞാനൊരു ആലിമായി ഖാരിയായി വഖറഅതുൽ ഖുർആന മിൻ അജ്ലിക, നിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ ഖുർആൻ ഓതുകയുണ്ടായി. ഞാൻ ജനങ്ങളുടെ മുന്നിൽ ഖുർആൻ ഓതി നന്മ പറഞ്ഞത് നിന്റെ പൊരുത്തത്തിന് വേണ്ടിയായിരുന്നു അല്ലാ. നിന്റെ പൊരുത്തത്തിനപ്പുറം മറ്റൊന്നും എനിക്ക് വേണ്ട അല്ലാ, നിന്റെ തൃപ്തിക്കപ്പുറം മറ്റൊന്നും എനിക്ക് ആവശ്യമുണ്ടായിരുന്നില്ല അല്ലാ. നിന്റെ പൊരുത്തത്തിലും തൃപ്തിക്കും വേണ്ടിയാണ് ഞാൻ ഇൽമ പഠിച്ചതും ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തതുമെന്ന് ഈ പണ്ഡിതനായ പ്രഭാഷകനായ മനുഷ്യൻ അല്ലാഹുവിന്റെ കോടതിയിൽ നിന്ന് പടച്ചവനോട് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നും അറിയിപ്പ് വരുന്നു, ഇല്ലടാ കദബത, എടാ നീ കള്ളനാണടാ, നീ കള്ളം പറഞ്ഞവനാണ്, നീ പറഞ്ഞത് കളവാണ്, നീ പറഞ്ഞത് ശുദ്ധ നുണയാണ്. മലക്കുകളും വിളിച്ചു പറയുന്നു കദബത, എടാ നീ കള്ളം പറഞ്ഞവനാണ്, നീ പറയുന്നത് ശുദ്ധ നുണയാണ്. നീ ആലിമായത് പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ല, നീ ഖുർആൻ ഓതിയത് പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ല, നീ നന്മകൾ പറഞ്ഞു കൊടുത്തത് പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ല, നീ പ്രഭാഷണങ്ങൾ നടത്തിയത് പടച്ച തമ്പുരാന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ല, നീ ആലിമായത്, നീ പ്രഭാഷകനായത്, നീ പണ്ഡിതനായത്, നീ ജനങ്ങളെ വിളിച്ചു ചേർത്തിട്ട് ദീനീ സദസ്സുകളിൽ അവരുടെ മുന്നിൽ ഖുർആനും ഹദീസും വിളിച്ചു പറഞ്ഞത് നീ ഒരു വലിയ പ്രഭാഷകനെന്ന് ജനങ്ങൾ പറയാൻ വേണ്ടിയല്ലേ, നിന്നെ ജനങ്ങൾ പുകഴ്ത്താൻ വേണ്ടി കേട്ടു, നിന്നെ ജനങ്ങൾ വാഴ്ത്താൻ വേണ്ടി കേട്ടു, നീ വലിയ ഖുർആൻ പണ്ഡിതനെന്ന് പറയാൻ വേണ്ടി കേട്ടു, നീ വലിയ അറിവുള്ള ആളാണെന്ന് പറയാൻ വേണ്ടി കേട്ടു. ഇതിനു വേണ്ടി കേട്ടാണടാ നീ പ്രഭാഷണം നടത്തിയിട്ട്, ഇതിനു വേണ്ടി കേട്ടാണടാ നീ ആലിമായത്. അതുകൊണ്ട് നീ ഏത് ലക്ഷ്യത്തിലാണോ നന്മ ചെയ്തത് അതെല്ലാം നിനക്ക് നൽകപ്പെടുകയുണ്ടായി. നീ വലിയ പ്രഭാഷകനെന്ന് ജനങ്ങൾ പറയുകയുണ്ടായി, നീ വലിയ പണ്ഡിതനെന്ന് ജനങ്ങൾ പറയുകയുണ്ടായി, നിനക്ക് ആവശ്യമുള്ളത് ജനങ്ങളിൽ നിന്ന് തന്നെ കിട്ടുകയുണ്ടായി. അല്ലാഹുവിൽ നിന്ന് നിനക്ക് യാതൊന്നുമില്ല. അതുകൊണ്ട് നിന്റെ പുണ്യങ്ങൾ മുഴുവനും പാഴാക്കപ്പെട്ടിരിക്കുകയാണ്. പാതിരാത്രിയുടെ നിശബ്ദതയിൽ 10,000-കണക്കിന് പാവങ്ങളെ വിളിച്ചു ചേർത്ത് നീ നടത്തിയ പ്രഭാഷണങ്ങൾ മുഴുവനും നിഷ്പ്രഭമായിരിക്കുകയാണ്. നിന്റെ പുണ്യങ്ങളെ പാഴാക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിനക്ക് നന്മകളില്ല, പടച്ചവന്റെ പൊരുത്തമില്ല. അതുകൊണ്ട് നീ നരകത്തിലേക്ക് പോകാൻ വിധിക്കപ്പെട്ടവരാ. ചങ്ങലകളിട്ട് കെട്ടിവരിഞ്ഞുകൊണ്ട് നരകത്തിലോട് മുഖം താടിയിട്ട് വലിച്ചടച്ചുകൊണ്ട് ആ പണ്ഡിതനായ പ്രഭാഷകനായ മനുഷ്യര് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് മുത്തുൽ മുഹമ്മദ് മുസ്തഫ. പുണ്യങ്ങൾ പാഴാക്കപ്പെട്ടവർ ശേഷം ഹബീബായ റസൂൽ പഠിപ്പിക്കുന്നു, രണ്ടാമതല്ല കൊണ്ടുവരുന്നതാരെയാണ്? ഒരു വലിയ പോരാളിയാണ്, ധീരനായ പോരാളി, ഇസ്ലാമിന് വേണ്ടി ധീര പോരാട്ടം നടത്തിയിട്ട് രക്തസാക്ഷിത്വം വഹിച്ച ധീര പോരാളി പടച്ച തമ്പുരാൻ കൊണ്ടുവരികയാ. എന്നിട്ട് അവനോടും ചോദിക്കുന്നു, നിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? ആ രക്തസാക്ഷിത്വം വഹിച്ച മനുഷ്യൻ പറയുന്ന, നാഥാ നിന്റെ ദീനിനു വേണ്ടി ശത്രുക്കളുടെ മുന്നിൽ പെരുമാറുകാട്ടി നിന്ന് പോരാട്ടം നടത്തിയവനാ തമ്പുരാനെ, ആ മാർഗത്തിൽ ജീവിതമർപ്പിച്ചവരാ തമ്പുരാനെ. എന്നാൽ പടച്ചവൻ പറയുന്നു, ഇല്ലടാ നീ കള്ളം പറയുന്നവനാണടാ. മലക്കുകൾ പറയുന്നു, നീ കള്ളം പറയുന്നവനാണടാ. കാരണം നിന്റെ ലക്ഷ്യം ജനങ്ങളുടെ തൃപ്തിയായിരുന്നു, നിന്റെ ലക്ഷ്യം ജനങ്ങളുടെ പൊരുത്തമായിരുന്നു. നീ വലിയ ധീരനാണെന്ന് ജനങ്ങൾ പറയണമായിരുന്നു, നീ വലിയ പോരാളിയാണെന്ന് ജനങ്ങൾ പറയണമായിരുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് നീ കഷ്ടപ്പെട്ടത്. ജനങ്ങൾ നിന്നെ പറ്റി പലതും പറയുകയുണ്ടായി. അതുകൊണ്ട് എന്തിനു വേണ്ടിയാണോ നീ നന്മകൾ ചെയ്തത്, ആ നന്മകളുടെ പ്രതിഫലം നിനക്ക് നൽകപ്പെടുകയുണ്ടായി. പടച്ചവന്റെ കോടതിയിൽ നിനക്ക് നന്മകളില്ല. അതുകൊണ്ട് പോവുക നരകത്തിലേക്കെന്ന് പറഞ്ഞ് ഇസ്ലാമിന് വേണ്ടി പോരാട്ടം നടത്തി രക്തസാക്ഷിത്വം വഹിച്ച ചെറുപ്പക്കാരനെയും പടച്ചവനിതാ നരകത്തിലേക്ക് വലിച്ചെറിയുകയാ. മൂന്നാമത് അല്ലാഹു കൊണ്ടുവരികയാണ് ഒരു
ഒരുപാട് സമ്പത്ത് ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ച ധർമ്മിഷ്ഠനായ ദാനധർമ്മിഷ്ഠനായ ഒരു മനുഷ്യനെ കൊണ്ടുവരികയാണ്. ആ മനുഷ്യൻ പറയുന്നു, തമ്പുരാനേ, നീ എനിക്ക് ഒരുപാട് പണം തന്നിരുന്നു അല്ലാ, ആ പണം ഞാൻ പാവങ്ങൾക്ക് കൊടുത്തു അല്ലാ, ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചു അല്ലാ, സർവസ്വവും നിന്റെ പൊരുത്തത്തിന് വേണ്ടിയായിരുന്നു തമ്പുരാനേ, അത് കരുതിയിട്ട് മാത്രം ഞാൻ ചെയ്തതാ. അല്ലാഹ് പറയുമല്ലടാ, കള്ളം പറയുന്നവനാണ് നീ. നിന്റെ ലക്ഷ്യം ജനങ്ങളുടെ പൊരുത്തമായിരുന്നു. നീ വലിയ ധർമ്മിഷ്ഠനെന്ന് ജനങ്ങൾ പറയണമത്രേ, നീ ഒരുപാട് പണം കൊടുക്കണമെന്ന് ജനങ്ങൾ പറയണമത്രേ. ഇതിനു വേണ്ടിയിട്ട് നന്മകൾ ചെയ്തവനാണിത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിൽ നിനക്ക് പൊരുത്തമില്ല, പ്രതിഫലങ്ങളില്ല. നരകത്തിലേക്ക് ആ ധർമ്മിഷ്ഠനായ മനുഷ്യരെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിച്ചെറിയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നാം ഒന്ന് ചിന്തിക്കുവിൻ, ഇവരാരും നന്മകൾ ചെയ്യാത്തവരല്ല, ഇവരാരും കർമ്മ മേഖലകളിൽ പുണ്യങ്ങളുടെ വിഷയത്തിൽ മത്സരിക്കാത്തവരല്ല. പക്ഷേ നന്മകൾ ചെയ്യുമ്പോൾ കർമ്മവിശുദ്ധി കൈവരിക്കാൻ സാധ്യമാകാതെ പോയി, കർമ്മവിശുദ്ധി കൈവരിക്കാൻ സാധ്യമാകാതെ പോയി. പണ്ഡിതൻ, വലിയ പ്രഭാഷകൻ, വലിയ ഖുർആൻ പാരായണം നടത്തുന്നയാൾ, അള്ളാഹുവിന്റെ മുന്നിൽ പറയാൻ മറുപടിയില്ല. അതെ, നീ ആലിമായത്, നീ പ്രഭാഷണം നടത്തിയത്, നീ ഖുർആൻ പഠിച്ചതും പാരായണം ചെയ്തതും ജനങ്ങൾ നിന്നെ പുകഴ്ത്താൻ, വലിയ പ്രഭാഷകനാണ് അദ്ദേഹം, വലിയ ഖുർആൻ പണ്ഡിതനാണ് അദ്ദേഹം എന്ന് പറഞ്ഞ് ജനങ്ങൾ നിന്നെ വാഴ്ത്താനും പുകഴ്ത്താനും അവരിൽ നിന്നുള്ള സ്ഥാനമാനങ്ങളോ മറ്റെന്തൊക്കെയോ നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിച്ചവനാണ് നീ. കർമ്മവിശുദ്ധിയില്ലാത്തതിന്റെ പേരിൽ നിന്റെ പുണ്യങ്ങൾ മുഴുവനും പാഴാക്കപ്പെട്ടു പോയി. പടച്ചവൻ ആ മനുഷ്യനോട് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രഭാഷണം, ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പ്രഭാഷണം നടത്തുമ്പോൾ എന്റെ പ്രഭാഷണം കേൾക്കുന്ന ഓരോ ജനങ്ങളും എന്റെ പ്രഭാഷണം ഇഷ്ടപ്പെടണം, എന്നെ ഇഷ്ടപ്പെടണം എന്ന് ഞാൻ കരുതുന്നത് തെറ്റല്ല. എന്റെ പ്രസംഗം നിങ്ങൾ ഓരോരുത്തരും ഇഷ്ടപ്പെടണം, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടണം എന്ന് ഞാൻ കരുതുന്നത് തെറ്റല്ല. എന്റെ പ്രഭാഷണം ജനങ്ങൾ ഇഷ്ടപ്പെടണമെന്ന് ഞാൻ കരുതലല്ല തെറ്റ്. മറിച്ച് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രമേ ഞാൻ പറയുകയുള്ളൂ എന്ന് കരുതിയാൽ അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയണം. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം, ജനങ്ങൾ എന്തു പറഞ്ഞാൽ എന്നെ ഇഷ്ടപ്പെടുമോ, ജനങ്ങൾ എന്തു പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുമോ, അത് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. അതിനപ്പുറം എത്ര വലിയ സത്യമുണ്ടെങ്കിലും, അതിനപ്പുറം എത്ര വലിയ അനീതി നടന്നാലും, എത്ര വലിയ അക്രമം നടന്നാലും ഞാനൊരക്ഷരം മിണ്ടില്ല. കാരണം ജനങ്ങളിൽ നിന്നുള്ള സ്നേഹവും ജനങ്ങളുടെ പിന്തുണയും എനിക്ക് നഷ്ടപ്പെടുമെങ്കിൽ ആ മാർഗത്തിലേക്ക് ഞാൻ പോകില്ല എന്നൊരു മനുഷ്യൻ കരുതിപ്പോയാൽ പുണ്യങ്ങൾ പാഴാക്കപ്പെട്ടു പോവുകയാണ്. 950 വർഷം ദീനീ പ്രബോധന പ്രഭാഷണ വീതിയിൽ പ്രവർത്തിച്ച അല്ലാഹുവിന്റെ മഹാനായ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വലിയ പ്രബോധകനാണ്. ആളുകൾ കൂടുന്നിടത്തേക്ക് വന്ന് അല്ലാഹുവിനെയും റസൂലിനെയും ആഖിറത്തെയും പറ്റിയിട്ട് പ്രഭാഷണം നടത്തുമായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. പക്ഷേ നൂഹ് നബി പ്രഭാഷണം നടത്തുമ്പോൾ അത് കേൾക്കാൻ ഒരാൾക്കും ഇഷ്ടമായിരുന്നില്ല. നൂഹ് നബിയുടെ പ്രഭാഷണ വേദികളെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. നൂഹ് നബി പ്രഭാഷണം നടത്തുമ്പോൾ ജഅലു അസ്വാബിഅഹും ഫീ ആദാനിഹിം വസ്തഗ്ശൂ സിയാബഹും വഅസ്റു വസ്തക്ബറു ഇസ്തിക്ബാറാ. നൂഹ് നബി പ്രഭാഷണം നടത്തുമ്പോൾ ജനങ്ങൾ അത് കേൾക്കാതിരിക്കാൻ അവരുടെ കാതുകളിൽ കൈകൾ വിരലുകൾ തിരുകുമായിരുന്നു. അവരുടെ തലയിലൂടെ അവർ തുണികളും വസ്ത്രങ്ങളും വാരിയിടുമായിരുന്നു. അവർ നൂഹ് നബിയുടെ പ്രസംഗം കേൾക്കാതെ ഓടി ഒളിക്കുമായിരുന്നു.
അതിന്റെ അർത്ഥം നൂഹ് നബി പറഞ്ഞത് മുഴുവൻ തെറ്റായിരുന്നു എന്നല്ല, അദ്ദേഹം പറഞ്ഞത് മുഴുവനും മോശത്തരമായിരുന്നു എന്നല്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ യഥാർത്ഥ ഇസ്ലാമും ദീനും ജനങ്ങൾക്ക് ഇഷ്ടമല്ല. ആരിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല എങ്കിലും പടച്ചവന്റെ പൊരുത്തത്തെ കരുതി പറയാൻ തയ്യാറാകണം. മഹാനായ നബിയുനാ മുത്തുളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയുടെ മണ്ണിലും മഹാനായ റസൂലുള്ളാഹി തങ്ങൾ നടത്തിയ ഏറ്റവും ആദ്യത്തെ ഒരു പൊതുപ്രഭാഷണമുണ്ടായിരുന്നു. ചരിത്രങ്ങളിൽ കാണാം, ഒരു ചെറിയ കുന്നിന്റെ മുകളിലേക്ക് കയറി നിന്ന് മക്കയിലുള്ള പ്രധാനപ്പെട്ട അതിഥികളെയെല്ലാം ക്ഷണിച്ച് തന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ ഹബീബ് മക്കയുടെ മണലാരുണ്യങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ചരിത്ര ആദ്യമായി അവിടുത്തെ ഒരു പരസ്യ പ്രസംഗം ഹബീബായ പ്രവാചകൻ നടത്തുമ്പോൾ എത്ര പേരുണ്ടായിരുന്നു ആ പ്രസംഗം സ്വീകരിക്കാൻ? ഹബീബായ റസൂലിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട അവിടുത്തെ മൂത്താപ്പയായിരുന്ന അബൂലഹബ് പോലും റസൂലുള്ളാഹിനെ കുറ്റപ്പെടുത്തി. എന്താണ് ഈ പറയുന്നത്? എന്താണ് ഈ പറയുന്നത്? ഇത് സ്വീകരിക്കാൻ കഴിയില്ല. ഹബീബായ റസൂലിനെ ആക്ഷേപിച്ചു, അവിടുത്തെ ശപിക്കുക പോലും ഉണ്ടായി. അല്ലാഹുവിന്റെ ഹബീബ് പക്ഷേ ഇതെന്റെ കുടുംബത്തിന് പോലും സ്വീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഇതൊന്നും പറയാതെ ഇരുന്നില്ല. ആരിഷ്ടപ്പെട്ടാലും ആരിഷ്ടപ്പെട്ടില്ല എങ്കിലും പറയാനുള്ളത് പറയാൻ പ്രഭാഷക ലോകം തയ്യാറാകത്തിടത്തോളം കാലം പുണ്യങ്ങൾ പാഴാക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് തള്ളപ്പെടും. ആക്ഷേപങ്ങൾ നേരിടേണ്ടി വരും, കുറ്റപ്പെടുത്തലുകൾ നേരിടേണ്ടി വരും. ഇസ്ലാമിക ശരീഅത്തിനെ കൈവയ്ക്കുമ്പോഴും മുസ്ലിമുകളെ കൈവയ്ക്കുമ്പോഴും അതിനെതിരെ ശബ്ദമുയർത്തുമ്പോഴും കോലാഹലങ്ങൾ ഒരുപാടുണ്ടാകും. ഒരുപക്ഷെ നാട്ടുകാർ കുറ്റം പറയും, വലിയ വലിയ വിദ്യാഭ്യാസ രംഗത്തിരിക്കുന്നവരെന്ന് പറയുന്നവർ കുറ്റപ്പെടുത്തും. ഒരുപക്ഷെ ക്ലിപ്പുകളാക്കി മാറ്റി ചാനൽ ചർച്ചകളിൽ പോലും ആക്ഷേപത്തിന്റെ സ്വരവുമായി കടന്നു വരാൻ ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ തയ്യാറാകും. അതൊന്നുമില്ലാത്ത ഒരു ലോകവും കാലവും പ്രതീക്ഷിക്കണ്ട. ഇസ്ലാമിന് വേണ്ടി ശബ്ദിച്ചാൽ, ഇസ്ലാമിനെ മോശമായി ചിത്രീകരിക്കുന്നവർക്കെതിരെ പ്രഭാഷണ വേദികളിൽ നിന്ന് പടച്ചവൻ നൽകിയ ശക്തിയായ ആയുധമായ നാവിനെ പടവാളാക്കി പ്രതിരോധത്തിന്റെയും മറുപടിയുടെയും വാക്കുകൾ തുറക്കുന്ന പണ്ഡിതന്മാരെയും പ്രഭാഷകന്മാരെയും ആക്ഷേപിക്കുവാനും കുറ്റപ്പെടുത്തുവാനുമൊക്കെ മുതലാളിമാരും ചാനലുകാരും മത്സരിക്കും. എന്നാൽ അവിടെയും വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് വലാ യഖാഫൂന ലൗമത ലൈം, അല്ലാഹുവിന്റെ പൊരുത്തത്തെ കരുതിയാണ് ഈ പ്രവർത്തനമെങ്കിൽ ഒരാക്ഷേപന്റെയും ആക്ഷേപത്തെ അവർ ഭയപ്പെടില്ല. എത്ര ക്ലിപ്പുകൾ ഇട്ടാലും, എത്ര ആക്ഷേപിച്ചാലും, എത്ര ലൈക്കുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞാലും ഈ ആക്ഷേപ സ്വരങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കാൻ നിഷ്കളങ്ക പ്രഭാഷക ലോകത്തുള്ളവരെ കൊണ്ട് കഴിയില്ല എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഇത് വിശുദ്ധമായ ഖുർആനിന്റെ പ്രമേയം. അതുകൊണ്ട് തിരിച്ചറിയുക, നമ്മുടെ നന്മകൾ ചെയ്യുമ്പോൾ കർമ്മവിശുദ്ധിയോടുകൂടിയാണോ നന്മകൾ ചെയ്തത്? രണ്ടാമത് കൊണ്ടുവന്നത് ഒരു പോരാളിയായ മനുഷ്യനെ, ഇസ്ലാമിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യനെ. അറഫ സാധു സഹായ സമിതിയുടെ ചെറുപ്പക്കാരോട് പറഞ്ഞുകൊള്ളട്ടെ, അള്ളാഹുവിന്റെ പൊരുത്തം മാത്രമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ഈ കോരിച്ചൊരിയുന്ന മഴയത്തും പാടുപെട്ട് പണിയെടുത്ത് ഈ സംവിധാനങ്ങൾ ഒരുക്കുമ്പോഴും മാറി നിന്ന് കുറ്റം പറയാനും ആക്ഷേപിക്കുവാനും ഒരുപക്ഷെ തകർക്കുവാനും തളർത്തുവാനുമുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അവർക്കും മറുപടി കൊടുക്കലല്ല നമ്മുടെ ലക്ഷ്യം, മറിച്ച് പടച്ചവന്റെ പൊരുത്തമാണ്, അള്ളാഹുവിന്റെ പൊരുത്തമാണ്. അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഈ സാധു സഹായങ്ങളെങ്കിൽ, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഈ പ്രഭാഷണ വേദികളെങ്കിൽ, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഓരോ ചലനങ്ങളുമെങ്കിൽ ഇൻഷാ അല്ലാഹ് പടച്ചവന്റെ പ്രതിഫലം കിട്ടും. അതല്ല എങ്കിൽ പുണ്യങ്ങൾ പാഴാക്കപ്പെട്ടവരോടൊപ്പം, പുണ്യങ്ങൾ പാഴാക്കപ്പെട്ടവരോടൊപ്പം വലിയ ധർമ്മിഷ്ഠനായ മനുഷ്യൻ എത്ര പണം വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ലക്ഷ്യമെന്താ? സ്റ്റേജിൽ ഒരു 3 വട്ടം എന്റെ പേരൊന്ന് വായിക്കണം. അതാണ് കണ്ടീഷൻ. ചില പള്ളികളിലൊക്കെ പോയാല്, തമിഴ്നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെ പള്ളിക്കകത്ത് കയറി ഫാൻ, പള്ളിക്കുള്ളിൽ ഫാൻ ഇട്ടിട്ടുണ്ട്. ഈ ഫാനിന്റെ 3 ലീഫിലും അത് കൊടുത്ത ആളുടെ പേരെഴുതി വെച്ചേക്കുക. ഫാനിന്റെ ലീഫിൽ പോലും
ഉമ്മത്തിന്റെ അവസ്ഥയാ. പള്ളിക്ക് വേണ്ടി വലിയ മുനാറം കൊടുക്കും, പള്ളിക്ക് വേണ്ടി കക്കൂസ് പണിയും, പള്ളിയുടെ മുന്നിൽ ഗേറ്റ് ഇട്ട് കൊടുക്കും. പക്ഷേ അതിന്റെ പേരിൽ ഞാനാണത് ചെയ്തത്, ഗേറ്റിന്റെ മുകളിൽ പേര് കൊത്തി വെക്കുവാനും പള്ളിയുടെ മുന്നിൽ പേര് കൊത്തി വെക്കുവാനും താൻ ചെയ്ത നന്മകൾ നാലാൾ അറിയട്ടെ എന്നുള്ള ചിന്തകൾ വന്നു പോവുകയും ചെയ്താൽ പുണ്യങ്ങൾ പാഴാക്കപ്പെട്ടവരായി അള്ളാഹുവിന് വേണ്ടിയല്ലാതെ കർമ്മവിശുദ്ധിയില്ലാതെ ചെയ്യുന്ന നന്മകൾ പടച്ച തമ്പുരാന് ആവശ്യമില്ലെന്ന് മുത്തൊളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാ. ആർക്ക് വേണ്ടിയിട്ടാണ് നന്മകൾ ചെയ്തിട്ടുള്ളത്? ഏതുദ്ദേശത്തോടു കൂടിയാണ് ഈ നന്മകൾ ചെയ്തിട്ടുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചില്ലേ, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയാ യുസീബുഹാ അവ ഇംറഅതി യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. ഉദ്ദേശവിശുദ്ധിയുടെ കർമ്മവിശുദ്ധിയുടെ മഹത്തായ പാഠങ്ങള് ഹബീബായ മുത്തു റസൂൽ നമ്മെ പഠിപ്പിക്കുകയാ. ഈ ഹദീസിന്റെ പശ്ചാത്തലം പോലും നമ്മളൊന്ന് ചിന്തിക്കണം. ഇസ്ലാമിലേക്കാര് കടന്നു വന്നാലും ലവ് ജിഹാദ് എന്ന് പറയുന്ന, റോമിയോ ജിഹാദ് എന്ന് പറയുന്ന അതേ ഡോക്ടർ ഹാദിയ ഇസ്ലാമിലേക്ക് വന്നതും ലവ് ജിഹാദിന്റെ ഭാഗമാ. ആയിഷ ഇസ്ലാമിലേക്ക് വന്നതും ലവ് ജിഹാദിന്റെ ഭാഗമാ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക പ്രബോധ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ അസഹിഷ്ണുതയുടെ വർഗീയതയുടെ വക്താക്കൾ കിണഞ്ഞു ശ്രമിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ലോകത്തോട് വിളിച്ചു പറയാനുള്ള ഹദീസുണ്ട്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും അധിക ഗ്രന്ഥങ്ങളിൽ ഒന്നാമതായി കൊണ്ടുവരുന്ന ഹദീസാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും പരിഗണിക്കുന്നത് നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ നോക്കിയിട്ടാ. ഏതുദ്ദേശത്തോടു കൂടിയാ നിങ്ങൾ നന്മ ചെയ്തത്? പടച്ചവന് വേണ്ടിയിട്ടാണോ ചെയ്തത്? അതല്ല പടപ്പുകൾക്ക് വേണ്ടിയാണോ ചെയ്തത്? മക്കയിൽ നിന്ന് മദീനയിലേക്ക് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബും റസൂലുള്ളാഹി തങ്ങളും സഹാബാക്കളും പലായനം നടത്തുമ്പോൾ, സഹാബാക്കളൊക്കെ മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അക്കൂട്ടത്തിലൊരു സുന്ദരിയായ ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടായിരുന്നു. ഈ പെണ്ണിന്റെ അടുക്കലേക്ക് മക്കയിലുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, പെണ്ണേ, എനിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടമാ പെണ്ണേ, നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, എന്റെ ജീവിതത്തിന്റെ ഇണയായി നിന്നെ തിരഞ്ഞെടുക്കാൻ താല്പര്യമുണ്ട്, അതുകൊണ്ട് എന്റെ ഭാര്യയാകാൻ നിനക്ക് സമ്മതമാണോ? ഉടൻ തന്നെയാ പെണ്ണ് മറുപടി പറഞ്ഞു, ഞാനൊരു മുസ്ലിമത്തായ പെണ്ണാണ്, ഞാൻ അതിന്റെ പേരിൽ തന്നെ ആദർശ സംരക്ഷണത്തിന്റെ ഭാഗമായി മക്കയിൽ നിന്ന് 480 കിലോമീറ്റർ അപ്പുറത്തുള്ള മദീനയിലേക്ക് ഞാൻ പലായനം ചെയ്ത് കടന്നു പോവുകയാ. അതുകൊണ്ടും നിങ്ങൾക്ക് എന്നെ വിവാഹം കഴിക്കണോ? എന്നോടൊപ്പം നിങ്ങളും വരിക മദീനയിലേക്ക്. മക്കയെ ഉപേക്ഷിച്ച്, കുടുംബത്തെ ഉപേക്ഷിച്ച്, നാടും വീടും നാട്ടുകാരെ ഉപേക്ഷിച്ച് എന്നോടൊപ്പം നിങ്ങളും മദീനയിലേക്ക് പലായനം ചെയ്താൽ എന്നെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതം തരുന്നതാ. ഈ ഡിമാൻഡ് അംഗീകരിച്ചിട്ട് ഇമ്രുൽ ഖൈസ് എന്ന ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ആ മനുഷ്യനിതാ പോവുകയാ മക്കയിൽ നിന്ന് മദീനയിലേക്ക്. അദ്ദേഹം മദീനയിലേക്ക് വന്നതിന്റെ ഉദ്ദേശം വിവാഹം കഴിക്കല, അതല്ലാതെ ഇസ്ലാമിനെ സ്വീകരിക്കലല്ല, ഒരു മുസ്ലിമായി ജീവിച്ച് മരിക്കലല്ല. കല്യാണം കഴിക്കാൻ വേണ്ടി മദീനയിലേക്ക് വന്ന മനുഷ്യൻ ഹബീബായ റസൂലിന് റിപ്പോർട്ട് കിട്ടുകയാ. ഹബീബായ മുത്തു റസൂൽ സഹാബത്തിനെ വിളിച്ചു ചേർത്തിട്ട് സഹാബത്തിനോട് പറഞ്ഞു, സഹാബാ, ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. ആരെങ്കിലും പലായനം നടത്തിയത് അല്ലാഹുവിനും റസൂലിനും വേണ്ടിയാണെങ്കിൽ അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം അവന് ലഭിക്കുന്നതാ.
റസൂലിൽ നിന്നുള്ള പൊരുത്തം അവന് ലഭിക്കുന്നതാ. അള്ളാഹിന് വേണ്ടി ആരെങ്കിലും പലായനം നടത്തിയിട്ടുണ്ടെങ്കിൽ പക്ഷേ ഫമൻ കാനത് ഹിജ്റതുഹു ലിദുനിയാ യുസീബുഹാ അബിംറഅതി യൻകിഹുഹാ. എന്നാലോ വിവാഹം കഴിക്കാൻ വേണ്ടി ആരെങ്കിലും പലായനം ചെയ്തോ, ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കാൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആരെങ്കിലും വന്നെങ്കിൽ, പ്രേമിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ സ്വന്തം മതത്തെ ഉപേക്ഷിച്ചാരെങ്കിലും ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവന് അല്ലാഹുവുമായി യാതൊരു ബന്ധമില്ല, അവൻ ഇസ്ലാമുമായി ബന്ധമില്ല, അവന് റസൂലുള്ളാഹിയുമായി ബന്ധമില്ല. കല്യാണം കഴിക്കാൻ വരുന്നവരെ ആരെയും ഇസ്ലാമിന് ആവശ്യമില്ലടോ. അല്ലാഹുവിനെ മാത്രം ഉദ്ദേശം വെച്ചുകൊണ്ട് കർമ്മവിശുദ്ധിയോടുകൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കപ്പുറം വിവാഹത്തിന് വേണ്ടി, പ്രേമത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പുണ്യങ്ങൾക്ക് പ്രതിഫലങ്ങളില്ല. അതിന്റെ പേരുള്ള സ്വർഗമില്ല. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കർമ്മവിശുദ്ധിയെ പഠിപ്പിക്കുന്ന അതിപ്രധാനമായ ഒരു പ്രവാചക വചനമാണിത്. ഇന്ന് ആര് ഇസ്ലാമിലേക്ക് വന്നാലും ലവ് ജിഹാദ്, റോമിയോ ജിഹാദ്, അസഹിഷ്ണുത, അസഹനീയത. അവിടെ നമുക്ക് പറയാനുള്ളത്, ഏതെങ്കിലും മുസ്ലിം പെണ്ണിനെ കല്യാണം കഴിച്ച് ഏതെങ്കിലും ചെറുപ്പക്കാരൻ ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറായാൽ, ഏതെങ്കിലും മുസ്ലിം ചെറുപ്പക്കാരനെ പ്രേമിച്ച് ഏതെങ്കിലും പെൺകുട്ടി ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറായാൽ, അള്ളാന്റെ റസൂല് പറഞ്ഞു കല്യാണമൊക്കെ നടന്നേക്കും, പക്ഷേ ഇസ്ലാമിന് അങ്ങനെ ഒരുത്തന്റെയും ആവശ്യമില്ല, ഒരുത്തിയുടെയും ആവശ്യമില്ല. ഇസ്ലാമിന് അതിന്റെ ആവശ്യമില്ല തന്നെ. നമുക്കതിന്റെ ആവശ്യം ഇവിടെയില്ല. കല്യാണം കഴിച്ച് അവരുടെ കല്യാണം ചിലപ്പോൾ നടന്നേക്കും, പക്ഷേ അള്ളാഹുവിൽ നിന്ന് അവർക്കൊരു പുണ്യമില്ല, റസൂലിൽ നിന്ന് അവർക്കൊരു പുണ്യമില്ല, ഇസ്ലാമുമായി അവർക്ക് ബന്ധമില്ല. ആരാ പറയുന്നത്? ലോകത്തിന്റെ നായകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? ഏറ്റവും അവസാനത്തെ പ്രശ്നം ഡോക്ടർ ഹാദിയ എന്ന ഒരു യുവതി മനഃപൂർവ്വമാണ് മാധ്യമങ്ങൾ പെൺകുട്ടി എന്ന് വരുത്തി തീർക്കുന്നത്. 10-24 വയസ്സുള്ള ഒരു യുവതി ഡോക്ടറാ, വിദ്യാഭ്യാസമുണ്ട്, ലോക പരിജ്ഞാനമുണ്ട്, സ്വയം തീരുമാനമെടുക്കുവാനുള്ള പ്രാപ്തിയും തന്റെ ഇടവുമുണ്ട്. അങ്ങനെ ഒരു പെൺകുട്ടി ഇന്ത്യ രാജ്യം സർവസ്വാതന്ത്ര്യ മതേതരത്വ ജനാധിപത്യ രാഷ്ട്രമെന്ന് പറയപ്പെടുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ഓരോ പൗരനും വകവെച്ചു കൊടുക്കുന്ന മത വിശ്വാസങ്ങളും മൂല്യങ്ങളും അവകാശങ്ങളും മുൻനിർത്തി ആ പെൺകുട്ടി ഇസ്ലാമിനെ പറ്റി പഠിച്ചു. അവള് മുസ്ലിമായി പിറ്റേന്നൊന്നും കല്യാണം കഴിച്ചില്ലല്ലോ. മുസ്ലിമായി 2-3 വർഷങ്ങൾ കഴിഞ്ഞു. അവള് പത്രത്തില് പരസ്യം കൊടുത്തു, ഇങ്ങനെ ഒരു പെൺകുട്ടിയാണ് ഞാൻ, എന്നെ വിവാഹം കഴിക്കാൻ ആര് തയ്യാറുണ്ട്? അപ്പോഴാണ് ഷെഫിൻ ജഹാൻ എന്ന ചെറുപ്പക്കാരനത് തയ്യാറായത്. അല്ലാതെ ഒരു പ്രേമവും ഒരു ബന്ധവും അവർക്കിടയിലില്ല. നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ മനസ്സിലാക്കിക്കൊള്ളിൻ. ഇവിടെ മുസ്ലിം സമൂഹത്തിനൊരു ബാധ്യതയുണ്ട്. പലരും ഇങ്ങനെ ചോദിക്കും, ഒരു പെൺകുട്ടിയല്ലേ, നമ്മളെന്തിനാ അപ്പൊ അതിന്റെ പുറകെ നടക്കുന്നത്? ഒരു പെണ്ണിന്റെ വിഷയത്തിൽ ഇങ്ങനെ കേസും മക്കാണോവായിട്ട് ഇവരിങ്ങനെ നടക്കുന്ന എന്തിനാ? അതിന്റെ പേരിൽ വാദം നടത്തുന്ന എന്തിനാ? അതിന്റെ പിന്നാലെ പോകുന്നത് എന്തിനാ? മുസ്ലിം സമൂഹത്തിനൊരു ബാധ്യതയുണ്ട്. ഇസ്ലാമിലേക്ക് ആരെങ്കിലും കടന്നു വന്നാൽ അവിടെ ഇസ്ലാമിക സമൂഹം സ്വീകരിക്കേണ്ട ഒരു നിലപാടുണ്ട്. ഡോക്ടർ ഹാദിയ ഏതോ ഒരു സംഘപരിവാര പ്രവർത്തകനായ അമ്മാവന്റെ മരുമകളായിരുന്നു അത്രേ. അതാണ് ഇപ്പൊ കുഴപ്പം. നമുക്കിങ്ങനെ ഇവരുടെ കുടുംബത്തിൽ നിന്ന് പെണ്ണുങ്ങളെ പ്രേമിച്ചു കൊണ്ടുവരേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ? ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തെള്ളിക്കളഞ്ഞ കാര്യമാണ്. അങ്ങനെ ഒന്നും ഇവിടെ നടക്കുന്നില്ല. അതിന് കൃത്യമായ രേഖകളോ അതിന് കൃത്യമായ തെളിവുകളോ ഇല്ല. എന്നിട്ടും ഇന്നിപ്പോ പറഞ്ഞുകൊണ്ട് നടക്കുക. നമ്മൾ തിരിച്ചറിയേണ്ടത് ഇതിനേക്കാളും വലിയ ഇസ്ലാമിക ശത്രുക്കളുടെ കുടുംബത്തിലെ പെമ്മക്കള് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ഇതിനേക്കാളുമൊക്കെ വലിയ അമ്മാവന്മാരുടെ വീട്ടിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട് ഇസ്ലാമിൽ.
അന്ന് മുതൽ ഇസ്ലാം സ്വീകരിച്ചു എന്നൊരു നിലപാടുണ്ട്. അവിടെ തിരിച്ചറിയേണ്ടത് കർമ്മവിശുദ്ധിയോടുകൂടി വരുന്നവരെ മാത്രം ഇവിടെ മതി. കല്യാണം കഴിക്കാൻ വരുന്നവരെ ഇവിടെ വേണ്ട. അല്ലാഹുവിന്റെ റസൂൽ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമക്ഷത്തിലേക്ക് ഒരു പെൺകുട്ടി വരികയാണ് മുസ്ലിമാകാൻ. ആരാ വന്നതെന്നറിയുമോ? മക്കയിലുണ്ടായിരുന്ന സംഘപരിവാര വർഗീയവാദ തീവ്രവാദ നേതാവായിരുന്ന ഉഖബത്ത് ബിൻ അബീ മുഈത്ത് എന്ന അന്നത്തെ ഇസ്ലാമിന്റെ ശത്രുക്കളിൽ പ്രധാനിയും പ്രധാനിയുമായിരുന്ന ഉഖബത്ത് ബിൻ അബീ മുഈത്തിന്റെ വീട്ടിലെ പെണ്ണ് വരികയാ മുസ്ലിമാകാൻ വേണ്ടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരികയാ. 480 കിലോമീറ്ററുകളോളം യാത്ര ചെയ്തുകൊണ്ട് തന്റെ നാടും വീടുമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കുടുംബമഹിമയും സമ്പത്തും സൗന്ദര്യവുമുള്ള ഒരു പെണ്ണ് വരികയാ മുസ്ലിമാകാൻ. ഹബീബായ മുത്തിന്റെ അടുക്കലേക്ക് വന്ന കാര്യം പറയുകയാ. ഉടൻ തന്നെ പടച്ച തമ്പുരാന്റെ ഇടപെടൽ വരികയാ. പ്രിയപ്പെട്ട പ്രവാചകരെ, അല്ലാഹുവിന്റെ ഇടപെടൽ വരികയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ജാഅകുമുൽ മുഅ്മിനാത്തു മുഹാജിറാത്തു ഫംതഹിനൂഹുന്ന. ഏ സത്യവിശ്വാസികളെ, ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികളോടും ലോകാവസാനം വരെ വരാനുള്ള മുഴുവൻ സത്യവിശ്വാസികളോടും പടച്ച തമ്പുരാന്റെ അറിയിപ്പ് വരികയാണ്, ആഹ്വാനം വരികയാ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇദാ ജാഅകുമുൽ മുഅ്മിനാത്തു മുഹാജിറാത്തു, നാടും വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികള് നിങ്ങളുടെ അടുക്കലേക്ക് മുസ്ലിമാകണമെന്ന് പറഞ്ഞു വന്നാൽ അവര് വലിയ കുടുംബക്കാരായേക്കാം, വലിയ പ്രമാണിമാരുടെ മക്കളായേക്കാം, ഇസ്ലാമിക ശത്രുത പശ്ചാത്തലമുള്ള കുടുംബത്തിലെ അംഗങ്ങളായേക്കാം, അവരൊരുപാട് വിദ്യാഭ്യാസമുള്ളവരായേക്കാം എന്ന് കരുതിയിട്ട് ഉടനടി നിങ്ങൾ അവരെ അങ്ങ് സ്വീകരിക്കല്ലേ. പിന്നെയോ ഖുർആൻ പഠിപ്പിച്ചതെന്താണ്? ഫന്തഹിനൂഹുന്ന, നിങ്ങൾ ഈ പെൺകുട്ടികളെ പറ്റി അന്വേഷണം നടത്തുക. ഇസ്ലാമിലേക്ക് വന്ന പെണ്ണിനെ പറ്റി നിങ്ങൾ അന്വേഷണം നടത്തുക. ഹബീബായ റസൂൽ അന്വേഷിക്കുമായിരുന്നു, കല്യാണം കഴിക്കാൻ വേണ്ടിയാണോ ഇവൾ ഇസ്ലാമിലേക്ക് വന്നതെന്ന്? സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഇവൾ ഇസ്ലാമിലേക്ക് വന്നതെന്ന്? സമ്പത്തിന് വേണ്ടിയിട്ടാണോ ഇവൾ ഇസ്ലാമിലേക്ക് വന്നതെന്ന്? എങ്കിൽ ഡോക്ടർ ഹാദിയയുടെ വിഷയത്തിൽ നമുക്ക് ഈ അന്വേഷണം നടത്താം. അതേ, ഹാദിയ വന്നത് കല്യാണം കഴിക്കാൻ വേണ്ടിയല്ലല്ലോ. ഒരു ഡോക്ടറായി സാമ്പത്തിക സ്രോതസ് തുറന്നു കൊടുക്കപ്പെട്ട പെണ്ണ് വന്നത് സമ്പത്തിനോ സ്ഥാനമാനങ്ങൾക്കോ വേണ്ടിയല്ലല്ലോ. അതുകൊണ്ട് കൃത്യമായ അന്വേഷണം നിങ്ങൾ നടത്തുക. എന്തിനാണ് ആ പെൺകുട്ടികൾ ഇസ്ലാമിലേക്ക് വന്നത്? കല്യാണം കഴിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധങ്ങളില്ല, പ്രേമബന്ധങ്ങളുടെ പൂർത്തീകരണത്തിനാണ് വന്നതെങ്കിൽ അവരുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ടുന്നത് പോലുമില്ല. എന്നാൽ പടച്ചവന് പഠിപ്പിക്കുകയാ, കർമ്മവിശുദ്ധിയോടുകൂടിയാണ് അവർ വന്നതെങ്കിൽ അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് പടച്ചവനെ വിശ്വസിച്ചുകൊണ്ടാണ് ആ പെൺകുട്ടികൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതെങ്കിൽ ഈ സമൂഹമേ, നിങ്ങൾക്ക് അവിടെ ഒരു ഉത്തരവാദിത്വമുണ്ട്. ഫലാ തർജിഊഹുന്ന ഇലൽ കുഫാർ, ഫലാ തർജിഊഹുന്ന ഇലൽ കുഫാർ. അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ടാണ് വന്നതെങ്കിൽ, അല്ലാഹുവിനെ വിശ്വസിച്ചുകൊണ്ടാണ് വന്നതെങ്കിൽ, അല്ലാഹുവിന് വേണ്ടിയാണ് അവൾ ഇസ്ലാമിലേക്ക് വന്നതെങ്കിൽ ഫലാ തർജിഊഹുന്ന ഇലൽ കുഫാർ, പിന്നെ ഒരിക്കലും ശത്രുക്കളുടെ കൈകളിലേക്ക് നിങ്ങൾ അവരെ മടക്കി അയക്കല്ലേ. ജീവൻ കൊടുത്തിട്ടായാലും, എത്ര വലിയ നിയമ പോരാട്ടങ്ങളിലേക്ക് പോയാലും, ഹാദിയയെപ്പോലെ ഇസ്ലാമിലേക്ക് കർമ്മവിശുദ്ധിയോടുകൂടി കടന്നു വന്ന പെൺകുട്ടികളെ അവർക്ക് നിങ്ങൾ സംരക്ഷണം കൊടുക്കണം, അവർക്ക് വേണ്ടി നിയമ പോരാട്ടം നടത്തണം, അവർക്ക് വേണ്ടി കർമ്മരംഗത്തേക്ക് ഇറങ്ങണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ
ഖുർആൻ പഠിപ്പിക്കുക. നിങ്ങൾ അന്വേഷിക്കും ഇസ്ലാമിലേക്ക് വരുന്ന പെൺകുട്ടികളിൽ കർമ്മവിശുദ്ധിയുള്ളതാരാ? പെണ്ണ് കെട്ടാൻ വന്നതൊക്കെ ആ വഴിക്ക് പോട്ടെ, നമുക്ക് വിഷയമല്ല. പക്ഷേ അള്ളാനെ അറിഞ്ഞ് ഇസ്ലാമിനെ അറിഞ്ഞ് ദീനിനെ അറിഞ്ഞാണോ വന്നത് എങ്കിൽ സമൂഹത്തിന്റെ ബാധ്യതയാണ് ആ കർമ്മവിശുദ്ധി മുൻനിർത്തിയിട്ട് ഫലാ തർജിഊഹുന്ന ഇലൽ കുഫാർ, പിന്നെ നിങ്ങൾ ശത്രുക്കളുടെ കൈകളിലേക്ക് അവരെ മടക്കി അയക്കരുത്. സമൂഹത്തിന്റെ ബാധ്യതയാണത്, ഉമ്മത്തിന്റെ ബാധ്യതയാണത്. നമ്മൾ തിരിച്ചറിയണം. ഏതെങ്കിലും സംഘടനകൾക്ക് തീരെഴുതി കൊടുക്കേണ്ട വിഷയമാണോ ഇത്? ഏതെങ്കിലും സംഘടനകളും പ്രസ്ഥാനങ്ങളും മാത്രം പ്രവർത്തിക്കേണ്ടെന്ന മേഖലയാണോ ഇതല്ല? അല്ല. നാം തിരിച്ചറിയുക, കേരളത്തിന്റെ ഇന്ത്യയുടെ മണ്ണിൽ ഹിന്ദു മുസ്ലിം സൗഹാർദ്ദത്തെ തകർക്കാൻ, ഇസ്ലാമിക പ്രബോധനത്തെ പോലും നിർബന്ധ പദപരിവർത്തനമെന്ന് വരുത്തി തീർക്കാൻ സംഘപരിവാർ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഇവിടെ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിനൊരു പാരമ്പര്യമുണ്ട്. ചാതുർവർണ്ണ്യം നിലനിന്നിരുന്ന കറുത്തവനെ മനുഷ്യനായി പോലും അംഗീകരിക്കാതെ 36 അടി വാരം മാറി നടക്കേണ്ടവനാണ് നീ എന്ന് പറഞ്ഞ് പാടത്തും പറമ്പത്തും പടിയെടുക്കുന്ന പാവപ്പെട്ട ദലിതനുൾപ്പെടെയുള്ളവരെ ഇരുകാലി ജീവികളെന്ന് പോലും പരിഗണിക്കാതിരുന്ന മേലാളന്മാരുടെ ഒരു കാലം. അന്ന് മനുഷ്യരെല്ലാം ഒന്നാണെന്നുള്ള സന്ദേശവുമായി കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നു വന്ന വിശുദ്ധ ദീനുൽ ഇസ്ലാം മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവും സംഘവും കേരളത്തിന്റെ മണ്ണിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധനവുമായി കടന്നു വന്നപ്പോൾ ഇവിടുത്തെ ഭരണാധികാരികൾ അന്ന് ആ മുസ്ലിമുകളെ സ്വീകരിച്ചു. ഇവിടെ ജീവിച്ചിരുന്ന നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങൾ ആ മുസ്ലിം പ്രബോധകരെ സ്വീകരിച്ചു. എന്നാൽ ഇന്നത്തെ അധികാരികൾ പറയുന്നു മരുന്നിട്ട് കൊടുക്കരുതെന്ന്. എന്നാൽ ഇന്ന് വർഗീയവാദികളായ ഒരു കൂട്ടം ഭീകരന്മാർ പറയുന്നു പ്രബോധനം ഞങ്ങൾ അനുവദിക്കില്ല എന്ന്. അവിടെയാ തിരിച്ചറിയേണ്ടത്, പ്രബോധനത്തെ പോലും തടഞ്ഞ് ഹിന്ദു മുസ്ലിം മാനവ മനസ്സുകളിൽ വർഗീയതയുണ്ടാക്കി. ഞാനിവിടെ വരുമ്പോൾ മഴയാണ്, നമ്മൾ പരിപാടി നടത്തണോ ഒഴിവാക്കിക്കൂടെ ഞാൻ ചോദിച്ചു. എന്നോട് പറഞ്ഞു, ഉസ്താദേ അവിടെ കുട്ടികൾ പണിയെടുക്കുക, അതിനു മുൻപന്തിയിൽ നിൽക്കുന്നത് ഒരു ഹൈന്ദവ സഹോദരൻ നന്ദു എന്നൊരു സഹോദരൻ. ഇത് ഇന്ത്യ രാജ്യത്തിന്റെ കേരളത്തിന്റെ പാരമ്പര്യമാണ്. ഇസ്ലാമിന്റെ പ്രബോധനം നടക്കുമ്പോൾ ഇരുകൈകളും നീട്ടി സ്വീകരിച്ച, അതിന് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത ഒരു പാരമ്പര്യമാണ് ഇവിടുത്തെ പാരമ്പര്യമെങ്കിൽ ആ പാരമ്പര്യം ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ഇതുപോലെയുള്ള ചെറുപ്പക്കാരുടെയും ഒക്കെ ഇടയിൽ വർഗീയതയുണ്ടാക്കി കുത്തിത്തിരിപ്പ് നടത്താൻ ശ്രമങ്ങൾ നടത്തുമ്പോൾ നാം തിരിച്ചറിയേണ്ടുന്നത് ഈ സൗഹാർദ്ദത്തിലൂടെയും സ്നേഹത്തിലൂടെയുമാണ് നമുക്കിവരോട് മറുപടി പറയാനുള്ളത്. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയട്ടെ, കർമ്മവിശുദ്ധി ഉണ്ടാകണം. കർമ്മവിശുദ്ധി ഇസ്ലാമിലേക്ക് വരുന്നവർക്ക് പോലും ആ വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അല്ലാഹ് പറഞ്ഞു, എന്താ ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശം, നിസ്കരിക്കുന്നവർക്ക് തന്നെയാണ് നാശം. കാരണം എന്താ? അല്ലദീനഹും യുറാഊൻ, അവർ കർമ്മവിശുദ്ധിയോടുകൂടി അല്ല നിസ്കരിച്ചത്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിച്ചു. അതുകൊണ്ട് നാം തിരിച്ചറിയുക, നമ്മുടെ പുണ്യകർമ്മങ്ങൾ സ്വീകരിക്കപ്പെടേണ്ടുന്ന പുണ്യങ്ങൾ പാഴാക്കപ്പെടാതിരിക്കുവാനുള്ള ഏറ്റവും ഒന്നാമത്തെ വിശുദ്ധി കർമ്മ വിശുദ്ധി ഉണ്ടാവുക. അല്ലാഹു തആല നേടിയെടുക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമതായി നാം നേടിയെടുക്കേണ്ടുന്ന വിശുദ്ധി, വിശ്വാസ രംഗത്ത് വിശുദ്ധി കൈവരിക്കാൻ നമുക്ക് സാധിക്കാം. വിശ്വാസത്തിന് ഘടകവിരുദ്ധമായ ചിന്തകളോ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള വിഷയങ്ങളുമായോ ബന്ധപ്പെടില്ല എന്ന് തീരുമാനമെടുക്കാൻ ഓരോ മുഅ്മിനീങ്ങൾക്കും സാധിക്കണം. വിശ്വാസങ്ങൾക്ക് ഘടകവിരുദ്ധമായ പ്രവർത്തനങ്ങൾ, അപ്രകാരമുള്ള ചിന്തകൾ, അങ്ങനെയുള്ള അനാചാരങ്ങൾ അതിലേക്ക് പോയാൽ നമ്മുടെ നന്മകൾ തള്ളപ്പെടുകയും പുണ്യങ്ങൾ പാഴാക്കപ്പെടുകയും ചെയ്യും. സഹോദരിമാരൊക്കെയാണ് ഗൗരവമായി ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്നത്. പ്രശ്നങ്ങളുടെ പേരിൽ, പ്രയാസങ്ങളുടെ പേരിൽ ഒരുപക്ഷെ വിശ്വാസത്തിനും നിരക്കാത്ത പ്രവർത്തനങ്ങളിലേക്ക് പോയി ചാടുന്നവരുണ്ട്.
അങ്ങനെ പോയി വീഴുന്നവരുണ്ട്. ആൾ ദൈവങ്ങളുടെ കാലഘട്ടമാണിത്. ആൾ ദൈവങ്ങളുടെ കാലഘട്ടമാണിത്. കോടിക്കണക്കിന് വില വരുന്ന വിദേശ നിർമ്മിത ആഡംബര കാറുകൾ, രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് നമ്പർ പ്ലേറ്റുകളില്ലാതെ ഈ രാജ്യത്തോടുകൂടി ചീറിപ്പായുന്ന ആൾ ദൈവങ്ങളുടെ കാലഘട്ടം. ആത്മീയതയുടെ മറവിൽ മയക്കുമരുന്നിനും കഞ്ചാവിനും ആത്മീയ ലൈംഗിക ചൂഷണത്തിനും വഴിമരുന്നിടുന്ന ആൾ ദൈവങ്ങളുടെ കാലഘട്ടമാണിത്. ആൾ ദൈവങ്ങൾക്ക് വേണ്ടി കൊല്ലുവാനും ചാകുവാനും മടിയില്ലാത്ത വിവരദോഷികളായ അനുയായികളുടെ കാലഘട്ടമാണ്. ലോകത്ത് നമ്രൂദ് എന്ന പേരുള്ള ഒരു വലിയ ആൾ ദൈവത്തെ തന്റെ മുന്നിൽ സർവരും തലകുനിക്കണം, താൻ പറയുന്നത് മാത്രം അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ നമ്രൂദ് എന്ന പരമാധികാരമുണ്ടായിരുന്ന ഒരാൾ ദൈവത്തിന്റെ കൊട്ടാരത്തിന്റെ മുന്നിലേക്ക് ചെന്ന് അവൻ നടത്തുന്ന ആത്മീയ ചൂഷണങ്ങളെ ചോദ്യം ചെയ്യുകയും അത് തകർക്കുകയും അതിനെതിരിൽ യഥാർത്ഥ വിശ്വാസത്തെ പ്രബോധനം ചെയ്യുകയും ചെയ്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികളാണ് നാം. വത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ. ആ ഇബ്രാഹിമിന്റെ മാതൃക നിങ്ങൾ പിൻപറ്റണമെന്ന് ഖുർആൻ പറയുമ്പോൾ ഇന്നെവിടെയാണ്? മലപ്പുറം ജില്ലയിൽ ഇസ്ലാമിക പാരമ്പര്യമുള്ള ഒരുപാട് ഇസ്ലാമിക വീരധീര ചരിതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മലബാറിന്റെ മാപ്പിള മണ്ണിൽ പോലും നമ്മൾ കണ്ടതെന്താ? കുടുംബനാഥൻ മരണപ്പെട്ടു. ആ വീട്ടുകാരോട് ഇവർ ആൾ ദൈവമായി അംഗീകരിച്ചിരുന്ന ഒരു വിവരദോഷിയായ ഒരുത്തം പറഞ്ഞു, അത്രേ കുഴപ്പമില്ല, ഞാൻ ജീവനിട്ട് തന്നേക്കാമെന്ന്. മുസ്ലിം സമൂഹത്തിലാ വേദനയോടുകൂടിയാ നമ്മളിത് ചർച്ച ചെയ്യേണ്ടുന്നത്. മരിച്ചുപോയ ഒരു മനുഷ്യൻ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതൊരാളും മരണപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും എളുപ്പത്തിൽ കഫനും ദഫനും ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണമെന്നാണെങ്കിൽ മരണപ്പെട്ട മനുഷ്യന്റെ ശരീരം പുഴുവെടുത്ത് ചീഞ്ഞ് നാറി വികൃതമായി മുറിക്കുള്ളിൽ കട്ടിലിൽ കിടക്കുമ്പോഴും ആൾ ദൈവത്തിന്റെ റോളിൽ അരങ്ങുവാനിരുന്നതായ ആത്മീയ ചൂഷകം പറഞ്ഞു കൊടുത്തതായ പ്രവർത്തനങ്ങളുമായി ചീഞ്ഞളിഞ്ഞ ജനാസയുമായി കാത്തിരിക്കാൻ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവർ തയ്യാറായെങ്കിൽ ഈ അവസ്ഥകൾക്കാണ് മാറ്റം വരേണ്ടുന്നത്. അല്ലാഹുവിന്റെ റസൂൽ മുത്തളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ച് മനസ്സിലാക്കി തരികയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഗൗരവത്തോടുകൂടി കേൾക്കേണ്ടുന്ന വിഷയമാ. റസൂലുള്ള പറയുകയാണ്, മൻ അതാ അറാഫ ഫസഅലഹു അൻ ശൈഇൻ ഫസദഖഹു. ഹബീബായ റസൂൽ പറയുകയാ, ആരെങ്കിലും ഒരാൾ ഒരു പൂജാരിയുടെയോ ജ്യോതിഷന്റെയോ അടുക്കലേക്ക് പോയാൽ തുറന്നു പറയട്ടെ, അത് കാഷായ വേഷം ധരിച്ചവരായാലും, അത് വെള്ളയും ധരിച്ചവരായാലും, അത് തലപ്പാവ് കെട്ടിയവരായാലും, അത് തസ്ബീഹ് കൊണ്ടിരിക്കുന്നവരായാലും, അത് പച്ചപ്പട്ട് ധരിച്ചു കൊണ്ടിരിക്കുന്നവരായാലും, ഇപ്രകാരമുള്ള ആത്മീയ ചൂഷകന്മാരുടെ മുന്നിലേക്ക് ചെന്നിട്ട് ആദർശത്തെ പണയം വെക്കുന്നവരെ, തങ്ങളുടെ മുന്നിലേക്ക് പ്രയാസങ്ങളുടെ ഭാണ്ഡക്കെട്ടുകളുമായി കടന്നവരെന്താ പാവപ്പെട്ട മനുഷ്യ മക്കളുടെ വിശ്വാസ ദൗർബല്യതയെ ചൂഷണം ചെയ്തുകൊണ്ട് സാമ്പത്തിക ആത്മീയ ലൈംഗിക ചൂഷണം നടത്താൻ കഴിവ കണ്ണുകളുമായി കാത്തിരിക്കുന്ന കാമവറിയന്മാരുടെ മുന്നിലേക്ക് തങ്ങളുടെ പ്രശ്നങ്ങളുടെ കണ്ണീറ് കഥകളുമായി കടന്നു ചെല്ലുന്നവരുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഇങ്ങനെയുള്ള കള്ളന്മാരായ ആത്മീയ ചൂഷകന്മാരുടെ അടുക്കലേക്ക് പോയാൽ ജീവിതത്തിന്റെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ അവരുമായി പങ്കുവച്ചാൽ ഭർത്താവിന് രോഗമാ, രോഗത്തിന് കുറവില്ല, ഗൾഫിൽ പോയ മകന് നല്ല ജോലി കിട്ടുന്നില്ല, 20 വയസ്സായ മകളുടെ വിവാഹം നടക്കുന്നില്ല, കല്യാണം കഴിച്ച് 8 വർഷമായി മക്കളില്ല, ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ട് ഇപ്രകാരമുള്ള കപടന്മാരുടെ മുന്നിലേക്ക് പോയി ആദർശം പടയം വെച്ചിട്ട് ഈ പ്രശ്നങ്ങളുടെ പരിഹാരം അവരോട് ചോദിച്ചിട്ട് അവര് പറയുന്നതായ കള്ളങ്ങളെയും ചൂഷണത്തിന്റെ വാക്കുകളെയും അപ്പടി വിശ്വസിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് പുണ്യം ചെയ്താലും അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, ലം തുഖബൽ സലാത്തുൽ 40 ലൈല. അങ്ങനെയുള്ളതായ വിശ്വാസികളുടെ 40 ദിവസത്തെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. ഇങ്ങനെയുള്ളവരുടെ മുന്നിലേക്ക്
പോകുന്നവരുടെ പുണ്യങ്ങൾ പാഴാക്കപ്പെടുകയാണ്. അവരുടെ നിസ്കാരങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്നതല്ല, അവരുടെ നിസ്കാരം കൊണ്ട് പടച്ചവൻ പൊരുത്തപ്പെടുന്നതല്ല. ഹബീബായ മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചെങ്കിൽ ആത്മീയ ചൂഷകന്മാരെ വളർന്നു വരികയല്ലേ, ആത്മീയ ചൂഷണത്തിന്റെ വക്താക്കളെ വളർന്നു വരികയല്ലേ. റസൂലുള്ള പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പോയാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആരെങ്കിലും ഇങ്ങനെയുള്ളതായ ആത്മീയ ചൂഷകന്മാരുടെ സമക്ഷത്തിലേക്ക് പോയാൽ അല്ലാഹുവിന്റെ ഹബീബായ മുത്തുളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടതൊക്കെയോ അവര് നിഷേധിച്ചവരാ, അവര് കുഫ്രിയത്തിന്റെ മാർഗത്തിലാ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മീയതയുടെ ചൂഷണത്തിന്റെ വക്താക്കൾ അവരുടെ മുന്നിലേക്ക് പോയി വിശ്വാസ രംഗത്തെ വിശുദ്ധിയെ നശിപ്പിച്ചു കളയുന്നവർ. ഹബീബായ റസൂൽ പറഞ്ഞു, പുണ്യങ്ങൾ പാഴാക്കപ്പെട്ടവരാണവർ, പുണ്യങ്ങൾ പാഴാക്കപ്പെട്ടവരാണവർ. നാം തിരിച്ചറിയുക ഏതെല്ലാം നിലയിലാ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേ? തൊട്ടടുത്ത് ശാസ്താംകോട്ടക്കടുത്തൊക്കെ നാളുകൾക്ക് നമ്മൾ കണ്ടില്ലേ, പാവപ്പെട്ട 28 മറ്റോ വയസ്സുള്ള പെൺകുട്ടിയെ നട്ടല് ചവിട്ടിയിട്ട് കൊന്നുകളഞ്ഞ ഒരു ഇസ്ലാമിക ജ്യോതിഷത്തിന്റെ ആൾ. അപ്പൊ അങ്ങനെയാ, ജ്യോതിഷം ഇസ്ലാം അനുവദിച്ചിട്ടില്ല, ഇസ്ലാമിൽ ജ്യോതിഷമില്ല. പക്ഷേ ഇപ്പോ ഇറങ്ങിയിരിക്കുന്നു ഇസ്ലാമിക് ജ്യോതിഷം, അറബിക് ജ്യോതിഷം. അങ്ങനെയൊന്നുണ്ടോ? ഇസ്ലാമില് കള്ള് ഹറാമല്ലേ? ഈ ഹലാലായ കള്ളുണ്ടോ? ഹലാൽ ബിയർ. ചില ആളുകൾക്ക് പിന്നെ അങ്ങനെയും വാശിയുണ്ട്. ചില ബാറുകളുടെയൊക്കെ മുന്നിൽ, എത്രയോ നഗരങ്ങളിൽ, ബാംഗ്ലൂരിൽ ഉൾപ്പെടെ ചില ബാറുകളുടെ മുന്നിൽ ഹലാൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും, വി സെർവ് ഓൺലി ഹലാൽ ചിക്കൻസ്. ഇവിടെ കള്ളു കുടിക്കാൻ വരുന്ന ഏതെങ്കിലും മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അവരറിഞ്ഞോളിൻ, കള്ളിന്റെ കൂടെ നിങ്ങൾ ടച്ചിങ്സ് ആയിട്ട് അടിക്കുന്ന ചിക്കൻ ബിസ്മി ചൊല്ലി അർത്ഥതാ. ഇനി അങ്ങനെ ആർക്കെങ്കിലും നിർബന്ധം ഉണ്ടെങ്കിലോ? കാലഘട്ടം അങ്ങനെ എത്തിയില്ലേ? ജ്യോതിഷത്തിനെ ഇസ്ലാം എതിർത്തപ്പോ ഇസ്ലാമിക് ജ്യോതിഷം അറബിക് ജ്യോതിഷവുമായിട്ട് ഇറങ്ങിയേക്കപ്പോ ആളുകള്. അങ്ങനെ ഒന്നുണ്ടോ? ഞാൻ പറയുന്നത് ഈ വിഷയം കൃത്യമായി മനസ്സിലാക്കേണ്ട വിഷയം. ഇതിനൊരു മറുപുറമുണ്ട്, ഇതിന് ഒരു മറുപുറമുണ്ട്. രോഗം വന്നു, പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പള്ളിയിൽ ഉസ്താദിന്റെ അടുക്കലേക്ക് പോയി, നാട്ടിൽ അറിയപ്പെട്ട ഒരു തങ്ങളുടെ അടുക്കലേക്ക് പോയി, എന്നിട്ട് പറഞ്ഞു പ്രയാസങ്ങൾ അനുഭവിക്കുകയാ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുകയാ, അതുകൊണ്ട് കുറച്ച് വെള്ളം ഓതിത്തരണം. അതൊരു തെറ്റല്ല. അദ്ദേഹം അത് വാങ്ങി ഖുർആനും ഹദീസിൽ വന്ന ദുആക്കളും അതിൽ ഓതി ഊതി അത് കുളിക്കുകയോ അത് കുടിക്കുകയോ ചെയ്തു. അതൊന്നും ഒരു തെറ്റല്ല. തലയ്ക്ക് പിടിച്ചോതുന്ന തെറ്റല്ല. ജിന്നുബാധ ഉണ്ടായി, ജിന്നുബാധ ഉണ്ടാവോ? ഉണ്ടാവും. ഹദീസ് കൊണ്ട് തെളിയിക്കപ്പെട്ടതാ. അങ്ങനെ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു ഉസ്താദിന്റെ അടുക്കൽ പോയി ഖുർആനും ഹദീസും അംഗീകരിച്ച ഇസ്ലാമിന് കടകവിരുദ്ധമല്ലാത്ത ദുആക്കൾ കൊണ്ട് ഊതി, കാതിൽ ഊതി, മുടിക്കെട്ടിൽ പിടിച്ചിട്ട് ഊതി. തെറ്റൊന്നുമില്ല. ഇസ്ലാമിന് അംഗീകരിക്കുന്ന പ്രാർത്ഥകനാണെങ്കിൽ അതൊന്നും ഒരു തെറ്റല്ല. അതൊന്നും തെറ്റാണെന്നല്ല ഈ പറയുന്നത്. മറിച്ച് പ്രശ്നങ്ങളുമായി ചെല്ലുമ്പോ അവിടെ ഒരു 3 തേങ്ങ ഉടച്ചേക്കുക, ഇവിടെ ഒരു 3 കോഴി അറുത്തേക്കുക. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ഏർപ്പാടുകളുണ്ടല്ലോ. എവിടെ എത്തി മുസ്ലിം സമൂഹം? ആളുകൾക്ക് മുമ്പ് നമ്മളൊക്കെ ശ്രദ്ധിക്കാതെ പോയി. ഒരു സിനിമാ നടിയെ തട്ടിക്കൊണ്ടു എല്ലാരും കൂടെ അതിന്റെ പുറകെ അങ്ങ് പോയി. അതിനിടയിൽ ഇവിടെ നടന്നു ഒരു പാവപ്പെട്ട പെണ്ണ്, ഇവിടെ കല്യാണം കഴിഞ്ഞു, അവക്കൊരു കുഞ്ഞുണ്ട്, വിവാഹമോചിതരായി. പിന്നെ രണ്ടാമത്തെ കല്യാണം നടക്കുന്നില്ല. വീട്ടുകാരെല്ലാം കൂടെ പൊക്കിയെടുത്ത് ഒരു ജിന്നുമാടെ മുമ്പിൽ കൊണ്ടിട്ടു. ഇവള് കബഡിയൊക്കെ നിരത്തി കാര്യമൊക്കെ മനസ്സിലാക്കി, പരിഹാരവും പറഞ്ഞു കൊടുത്തു. അഗ്നിഹോമം നടക്കുക. ഈ പാവം സഹോദരിയെ ഒരു കസേരയിൽ ഇരുത്തി അതിന്റെ മുന്നിൽ ഒരു അഗ്നിഹോമം ഒരുക്കിയിട്ട് ഇവരിങ്ങനെ മന്ത്രവാദം നടത്തുന്നു. അതിനിടയിൽ ഒരു കുപ്പിയിൽ പെട്രോൾ എടുത്തിട്ട് ഈ തീയിലേക്ക് ഇങ്ങനെ ഒഴിക്കുന്നു. തീ ആളി പടരുന്നു. ആ പാവം സഹോദരിയുടെ ശരീരത്തിൽ തീ പിടിച്ച് വെന്തുരുകി ആ പെണ്ണ് മരിച്ചുപോയി, മരണപ്പെട്ടുപോയി. അല്ലാഹു തആല ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അല്ലേ? കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് പെട്രോൾ ഒഴിച്ചാൽ തീ ആളി കത്തും എന്ന സാമാന്യ വിവരം പോലും ഇല്ലാത്ത സാധനമാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചു തരുന്നത്.
മരണപ്പെട്ടുപോയ സഹോദരിയുടെ ഒരു വിവാഹം കഴിഞ്ഞു, അവർക്ക് ഒരു കുട്ടിയുണ്ട്. അവരുടെ രണ്ടാമത്തെ വിവാഹമേ നടക്കാവുള്ളൂ. പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കാൻ പോയി ജിന്നുമ്മ ഉണ്ടല്ലോ, 45 വയസ്സുണ്ട്, ഇന്ന് വരെ അവരുടെ കല്യാണം നടന്നിട്ടില്ല. അതിപ്പോ ആരാ പരിഹരിക്കുന്നതിനി? അതാര് പരിഹരിച്ചു കൊടുക്കും? നമ്മൾ അറിയേണ്ടത് സമുദായം ഇവിടെ ശരിയും തെറ്റും ചിന്തിക്കലല്ല, അനുഭവത്തിന്റെ വെളിച്ചത്തിലായി പോകുന്നതൊക്കെ. ഓ, അവിടെ പോയ അവര് പറയുന്നത് ശരിയാ, അവര് ചെയ്യുന്നത് ശരിയാ, അനുഭവമാ. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു, സഹാബാ ഫലാ തഅതു കാഹിന, നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളുടെ അടുക്കലേക്ക് പോകല്ലേ. സഹാബാക്കൾ ഒരിക്കൽ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, താങ്കൾ പറയുന്നു ഇങ്ങനൊന്നും ഉള്ളവരുടെ അടുക്കലേക്ക് പോകരുതെന്ന്, പക്ഷേ പോയവരായ ഞങ്ങളുടെ അനുഭവം എന്താണെന്നറിയോ? അവര് പറയുന്നതൊക്കെ കറക്റ്റാ നബിയെ, അവര് പറയുന്നതൊക്കെ കറക്റ്റാ. ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിലാ പോകുന്നത്. റസൂലുള്ളാഹി തങ്ങളെ സഹാബത്തിനെ പഠിപ്പിച്ചു, സഹാബാക്കളെ, ആകാശത്ത് കൊല്ലിയാൻ എറിയുന്നത് കണ്ടിട്ടുണ്ടോ? കൊല്ലിയാൻ എറിയാന്നല്ലേ പറയുന്നത്, ഈ നക്ഷത്രം ഇങ്ങനെ അല്ലേ, അങ്ങനല്ലേ പറയുന്നേ? കൊല്ലിയാൻ അറിയുക, നക്ഷത്രം ഇങ്ങനെ കത്തി ഇങ്ങനെ ദൂരേക്ക് പോയി പെട്ടെന്ന് അങ്ങ് തീരുക. നമ്മളിങ്ങനെ കാണും, അടുത്തേക്ക് നാളെ വിളിച്ച് കാണിച്ചു കൊടുക്കാനുള്ള സമയമൊന്നും ഉണ്ടാവൂല, പെട്ടെന്ന് അങ്ങ് പോകും. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു അത്ഭുത പ്രതിഭാസം. റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾ എന്താ പറയുന്നേ? അത് നബിയെ, എവിടോ ഒരു വലിയ മഹാനായ മനുഷ്യൻ ജനിച്ചു, അല്ലെങ്കിൽ ഒരു മഹാനായ മനുഷ്യൻ മരിച്ചു, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. റസൂലുള്ള പറയുന്ന അങ്ങനൊന്നും അല്ല കാര്യം. അല്ലാഹു തആല അവന്റെ സിംഹാസനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ തീരുമാനിക്കും. ഈ തീരുമാനങ്ങൾ അറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ സിംഹാസനം ചുമക്കുന്ന മലക്കുകൾ തസ്ബീഹ് ചൊല്ലും. ഇത് കേട്ട് താഴെയുള്ള മലക്കുകൾ ചൊല്ലും. അങ്ങനെ മലക്കുകൾ ചൊല്ലി 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 ഭൂമിയിലുള്ള മലക്കുകളും തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങും. എന്നിട്ട് ഏറ്റവും താഴെയുള്ള മലക്ക് മുകളിലുള്ള മലക്കിനോട് ചോദിക്കും, എന്തുകൊണ്ടാ തസ്ബീഹ് ചൊല്ലിയത്? ഈ ചോദ്യം വീണ്ടും അർശ് ചുമക്കുന്ന മലക്കിന്റെ അടുക്കലെത്തും. ആ മലക്ക് പറയും, അല്ലാഹു ഇന്ന മനുഷ്യന്റെ കാര്യത്തിൽ ഇന്ന തീരുമാനങ്ങളാണ് അള്ളാന്റെ വിധി, പടച്ചവന്റെ തീരുമാനം അതാ. ആ മലക്കുകൾ ഈ തീരുമാനം ഇങ്ങനെ ചർച്ച ചെയ്ത് വരുമ്പോ ഇബ്ലീസ് അതിങ്ങനെ പോയിട്ട് ഒളിച്ചു നിന്ന് കേൾക്കാൻ തുടങ്ങും. ശൈത്താൻ അത് കേട്ട് ഒളിച്ചു കേൾക്കാൻ തുടങ്ങും. ഇങ്ങനെ ഒളിച്ചു കേൾക്കാൻ വരുന്ന ശൈത്താനെ മലക്കുകൾ എറിഞ്ഞോടിക്കുന്നതാണ് ഈ കൊല്ലിയാൻ എറിയുന്നതായി നിങ്ങൾ കാണുന്നത്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഈ ശൈത്താൻ എന്തെങ്കിലുമൊക്കെ അറ്റവും മൂലയൊക്കെ ഇങ്ങനെ കേൾക്കും. ഇത് കേട്ടിട്ട് വന്നിട്ട് ഈ ശൈത്താന്റെ കൂട്ടുകാരന്മാരാണ് ഇമ്മാതിരി കബഡി നിർത്തിക്കൊണ്ടിരിക്കുന്ന ടീമുകളൊക്കെ. കളം വരച്ചിട്ട് കണക്കെഴുതിയിട്ട് തീരുമാനങ്ങൾ പറയില്ലേ, ഒക്കെ ശൈത്താന്റെ കൂട്ടുകാരാ. ഇവര് വന്നിട്ട് ഈ കൂട്ടുകാരടുത്ത് പറയും, നമ്മുടെ ഇന്ന ആജിയാരുടെ ഇന്ന മകനില്ലേ, അവൻ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവും, ഈ കാര്യങ്ങളൊക്കെ അറിയിക്കും. നമ്മളും പ്രശ്നം ഉണ്ടാവുമ്പോ ഓടി ഇയാളടുത്ത് ചെല്ലും. അപ്പൊ ഇയാള് പറയും, ശരിയാണ്, പ്രശ്നമുണ്ട്. റസൂലുള്ള പറയാ, ശൈത്താൻ അവർക്ക് എന്തു പറഞ്ഞു കൊടുത്തോ അതിന്റെ കൂട്ടത്തിൽ കുറെ 100 കളവുകളും കൂടി ഇവര് ഫിറ്റ് ചെയ്യും. ശൈത്താനേക്കാൾ വലിയ ശൈത്താൻ ഒന്ന് കുറച്ച് പറയും, അതിന്റെ കൂടെ 100 കളവുകളും കൂടി ഇവര് വാരിയിടും. എന്നിട്ട് നമ്മളോട് ഇങ്ങനെ പൊടിപ്പും തൊങ്ങലും ഒക്കെ ചേർത്ത് പറഞ്ഞു തരും. അവര് പറയുന്നത് ശരിയാ. റസൂലുള്ള പറഞ്ഞു, അതുകൊണ്ട് നിങ്ങളങ്ങ് പോകാൻ നിൽക്കല്ലേ, അതുകൊണ്ടങ്ങ് പോകാൻ നിൽക്കരുത്. ഇങ്ങനെ പോയാൽ നമ്മുടെ അമലുകൾ നശിപ്പിക്കപ്പെടും, നിസ്കാരം സ്വീകരിക്കപ്പെടാത്ത അവസ്ഥ വരും, നന്മകൾ തള്ളപ്പെടുന്ന അവസ്ഥ വരും. അല്ലാഹുവിന്റെ മുന്നിൽ പാപങ്ങളൊക്കെ പുണ്യങ്ങളെക്കാൾ പാപങ്ങളുടെ കൂമ്പാരങ്ങളുമായി പോയി നിൽക്കേണ്ട അവസ്ഥ വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഞാൻ വീണ്ടും പറയുന്നു, ഇസ്ലാം അനുവദിച്ച ഒരു മന്ത്രിക്കലുണ്ട്. വെള്ളത്തിൽ ഓതിയൂതലാകട്ടെ, തലയ്ക്ക് പിടിച്ചോതലാകട്ടെ, ചെവിയിൽ ഓതലാകട്ടെ, അല്ലെങ്കിൽ ജിന്നുബാധയുണ്ടായാൽ അതിന്റെ ഇസ്ലാമികമായ ചികിത്സകളാകട്ടെ, കണ്ണീറിന്റെ ചികിത്സയാകട്ടെ, സിഹിറിന്റെ ചികിത്സയാകട്ടെ, അതൊന്നും ഒരു തെറ്റല്ല. അതിനെയൊന്നും എതിർക്കാൻ നമ്മളെ കൊണ്ട് കഴിയുകയുമില്ല. മറിച്ച് ഈ അനാചാരങ്ങൾ, ഈ അന്ധവിശ്വാസങ്ങൾ തിരിച്ചറിയുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോ നമ്മുടെ ജീവിതത്തിൽ പുണ്യങ്ങൾ പാഴാക്കപ്പെടാതിരിക്കാൻ നമ്മൾ സ്വീകരിക്കേണ്ടുന്ന ഒന്നാമത്തെ വിശുദ്ധി കർമ്മവിശുദ്ധി, രണ്ടാമത്തെ വിശുദ്ധി വിശ്വാസ രംഗത്തുള്ള വിശുദ്ധി.
പുണ്യങ്ങൾ പാഴാക്കപ്പെടുവാതിരിക്കാൻ ജീവിതത്തിൽ നാം ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന മൂന്നാമത്തെ വിശുദ്ധിയാണ് സാമ്പത്തിക വിശുദ്ധി. സാമ്പത്തിക വിശുദ്ധി. സാമ്പത്തിക രംഗത്ത് വിശുദ്ധി കൈവരിക്കാത്ത ആൾ, ഹറാമിലൂടെ പണം സമ്പാദിച്ചവർ, കള്ളത്തരത്തിലൂടെ പണം സമ്പാദിച്ചവർ, പലിശയും ലോട്ടറിയും കൈക്കൂലിയും അഴിമതിയും കരിഞ്ചന്തയും പൂഴ്ത്തിവെക്കും അക്രമവും ചതിയും വഞ്ചനയും ഒക്കെ ഇതിലൂടെ സമ്പത്തിനെ കണ്ടെത്തുന്നവർ, സാമ്പത്തിക രംഗത്തുള്ള വിശുദ്ധി കൈവരിക്കാത്തവർ, അതേ അവർ പുണ്യങ്ങളെ പാഴാക്കപ്പെട്ട പാപികളെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കി തരികയാണ്. ഹബീബായ റസൂൽ സഹാബത്തിന്റെ മുന്നിലിരുന്ന് പഠിപ്പിക്കുന്നു, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. പടച്ച തമ്പുരാൻ പരമപരിശുദ്ധനാ. ഹബീബായ റസൂൽ പറയുന്നു, ഇന്നല്ലാഹ ത്വയ്യിബുൻ, അല്ലാഹു പരമപരിശുദ്ധനാണ്. ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ, പരിശുദ്ധമായതല്ലാതെ അല്ലാഹു സ്വീകരിക്കുന്നതല്ല. ശേഷം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നല്ലാഹ അമറ ബിഹിൽ മുഅ്മിനീൻ ബിമാ അമറ ബിഹിൽ മുർസലീൻ. അല്ലാഹുവിന്റെ പ്രവാചകന്മാരോട് എന്താണോ പറഞ്ഞത് അത് എല്ലാ വിശ്വാസികളോടും അല്ലാഹു പറയുകയാ. എന്താണ് പ്രവാചകന്മാരോടുള്ള പടച്ചവന്റെ കൽപ്പന? യാ അയ്യുഹർ റസൂലു ഖുലൂ മിനത് ത്വയ്യിബാതി വഅമലു സ്വാലിഹാ ഇന്നി ബിമാ തഅമലൂന അലീം. ഏ പ്രവാചകന്മാരെ, നിങ്ങൾ പരിശുദ്ധമായതിനെ ഭക്ഷിക്കുക, ആ പരിശുദ്ധിയോടുകൂടി നന്മകൾ ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്താലും അത് നല്ല പോലെ അറിയുന്നവനാണ് ഞാൻ. അതേ സാമ്പത്തിക രംഗത്തെ വിശുദ്ധികളെ പടച്ചവന് പഠിപ്പിക്കുകയാണ്. സാമ്പത്തിക രംഗത്ത് വിശുദ്ധി കൈവരിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും വഷ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. ഏ വിശ്വാസികളെ, അല്ലാഹുവിനോട് നന്ദിയുള്ളവരാവുക. നിങ്ങൾ പടച്ചവനെയാണ് ആരാധിക്കുന്നതെങ്കിൽ പരിശുദ്ധമായത് മാത്രം നിങ്ങൾ തിന്നുക. സാമ്പത്തിക രംഗത്ത് വിശുദ്ധി കൈവരിക്കുക. ശേഷം അല്ലാഹുവിന്റെ റസൂൽ പുണ്യങ്ങളെ തേടിയിട്ട് തീർത്ഥയാത്ര നടത്തുന്ന ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുകയാ. ഒരു മനുഷ്യനെ പറ്റി ഹബീബായ മുത്ത് പറയുകയാ, വിദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന മനുഷ്യനാ, പുണ്യങ്ങൾ തേടി ദൂരെ യാത്ര ചെയ്യുന്നതായ മനുഷ്യൻ. നാം ഒന്ന് ചിന്തിക്കണം, ഒരു യാത്രക്കാരൻ, ആ യാത്രക്കാരന്റെ പ്രാർത്ഥന പടച്ചവൻ സ്വീകരിക്കുന്ന പ്രാർത്ഥനയാണ്. ആ മനുഷ്യൻ യാത്ര ചെയ്യുന്ന മനുഷ്യനാണ്, കഠിനമായ യാത്ര ചെയ്യുകയാണ്. അശ്അഖസ അഖ്ബറ, യാത്രയുടെ കാഠിന്യത്തിന്റെ മേൽ തലയിൽ മുടിയെല്ലാം ജട പിടിച്ചിട്ട് വസ്ത്രങ്ങളിലെല്ലാം പൊടിയും അഴുക്കും പുരണ്ടിട്ട് ദൂരയാത്ര ചെയ്യുന്നതായ പുണ്യങ്ങൾ തേടി പോകുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ പറ്റി ഹബീബായ റസൂൽ പറയുകയാണ്. എന്ന് മാത്രമല്ല, ആ മനുഷ്യൻ തന്റെ രണ്ട് കൈകളും ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് പടച്ചവന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് ആ മനുഷ്യൻ അല്ലാഹുവിനെ വിളിക്കുകയാണ്. യാ റബ്ബ്, യാ റബ്ബ്, പടച്ചവനേ, എന്റെ നാഥാ, എന്റെ രക്ഷിതാവേ, എന്നെ സഹായിക്കണം, സഹായിക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് യാത്ര ചെയ്ത് കഷ്ടപ്പെടുന്ന മനുഷ്യൻ തന്റെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ടും പ്രാർത്ഥനകൾ സ്വീകരിക്കാനുള്ള സർവ്വവിധ മാനദണ്ഡങ്ങളുമുള്ള മനുഷ്യനാണ്. പക്ഷേ അയാളുടെ കൈകൾ നീട്ടി അല്ലാഹുവിലേക്ക് ദുആ ചെയ്യുമ്പോഴും റസൂലുള്ള പറയുന്നു, മത്അമുഹു ഹറാം, അയാൾ കഴിക്കുന്നത് ഹറാമിന്റെ ഭക്ഷണമാ. വമശ്റബുഹു ഹറാം, അയാൾ കുടിക്കുന്നത് ഹറാമിന്റെ ഭക്ഷണമാ. വമൽബസുഹു ഹറാം, അയാൾ ധരിക്കുന്നത് ഹറാമിന്റെ വസ്ത്രമാ. ഹറാം തിന്നുന്ന, ഹറാം കുടിക്കുന്ന, ഹറാം ധരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കൈ ഉയർത്തി ദുആ ചെയ്തിട്ടെന്ത് കാര്യമാ? ഫഖുദിയ ബിൽ ഹറാം, ആ ഹറാമിൽ നിന്ന് മുളപ്പിക്കപ്പെട്ട ശരീരവും കൊണ്ട് പടച്ചവന്റെ ദർബാറിലേക്ക് പോയി ഇരുകൈകളും ആകാശത്തേക്ക് ഉയർത്തി പ്രാർത്ഥന നടത്തുന്ന മനുഷ്യൻ, ആ
മനുഷ്യനെ പറ്റി റസൂലുള്ള പറയുന്നു ഫഅന്നാ യുസ്തജാബു ലഹു, പിന്നെ എങ്ങനെ അവന്റെ പ്രാർത്ഥന സ്വീകരിക്കാനാ? പലിശക്കാരന്റെ പ്രാർത്ഥനയല്ല സ്വീകരിക്കില്ല, ലോട്ടറിയുമായി ബന്ധപ്പെടുന്നവരെ അല്ല സ്വീകരിക്കില്ല. ഇസ്ലാം നിഷിദ്ധമാക്കിയ സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെടുന്നവർ, സാമ്പത്തിക വിശുദ്ധി കൈവരിക്കാത്തവർ, അവരുടെ പ്രാർത്ഥനകളോ പ്രവർത്തനങ്ങളോ അല്ലാഹു സ്വീകരിക്കുകയില്ല. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യങ്ങൾ പാഴാക്കപ്പെടുന്നവർ, സാമ്പത്തിക രംഗത്ത് വിശുദ്ധിയില്ല. പലിശക്കാരൻ പലിശ വലിയ കുറ്റമാണ്, വലിയ കുറ്റമാണ് പലിശ. പലിശക്കാരൻ ഇന്നെന്താപ്പോ പലിശക്കെതിരെ ശബ്ദിച്ചുകൂടാ. പള്ളിയിലേക്ക് വരുന്ന ഉസ്താദന്മാർക്ക് പോലും കൂച്ചുവിലങ്ങിടങ്ങുന്നു പ്രമാണിവർഗം. പലിശക്കെതിരെ പള്ളിയിൽ ശബ്ദിക്കരുത്, പലിശക്കെതിരെ ശബ്ദിക്കരുത്. കാരണം പ്രമാണിമാരൊക്കെ പലിശക്കാരാ, മിമ്പർ പണിഞ്ഞു തന്നേക്കുന്ന പലിശക്കാരനാ, പള്ളിക്ക് വലിയ ആകാശം മുട്ടയുള്ള മുനാറം പണിഞ്ഞത് പലിശക്കാരനാ, മൈക്ക് വാങ്ങിച്ചു തന്നത് പലിശക്കാരനാ. അതിലുമൊക്കെ അപ്പുറം കമ്മിറ്റി പോലും ഉണ്ട് 2-3 പലിശക്കാര്. അങ്ങനെ അപ്പോ കമ്മിറ്റിയിൽ പോലും ഉണ്ട് പലിശക്കാര്. സമൂഹത്തിന്റെ അവസ്ഥ, പലിശക്കെതിരെ മിണ്ടരുത്. ഹദീസുകൾ പറയാൻ പാടില്ല. പലിശയ്ക്ക് പലതരം കവാടങ്ങളുണ്ട്. അതിലേറ്റവും താഴ്ന്നത്തെ കവാടം സ്വന്തം ഉമ്മയെ വ്യഭിചരിച്ചതുപോലെ എന്ന് മുഹമ്മദ് മുസ്തഫ. പലിശയുടെ പല കവാടങ്ങൾ, അതിലേറ്റവും താഴത്തത് ഉമ്മയെ വ്യഭിചരിച്ചതുപോലെ. അല്ലോ ഹാലൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ അങ്ങ് പറയാവോ? അങ്ങനെയൊക്കെ അങ്ങ് പറയാവോ? റസൂലുള്ള പറഞ്ഞു ഇന്നർ റജുല യുസീബു ദിർഹബൻ മിനർ റിബാ, പലിശയിലൂടെ 1 രൂപയെങ്കിലും സമ്പാദിച്ചവനുണ്ടെങ്കിൽ അഅലമു ഇൻദല്ലാഹി ഫിൽ ഖതീഅതി മിൻ 36 സനിയത യസ്നിഹ റജുലു. 36 പുരുഷന്മാരുമായി വ്യഭിചാര ബന്ധത്തിൽ ഏർപ്പെട്ട വേശ്യപ്പെണ്ണിനെക്കാളും മോശക്കാരനാണ് 1 രൂപ പലിശയിലൂടെ സമ്പാദിച്ചവനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പലിശ വലിയ കുറ്റമാ, പലിശ വലിയ കുറ്റമാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് പലിശ ആകിലുഹു വമുകിലുഹു വകാതിബുഹു ബിസാഹിദൈ, പലിശ കൊടുക്കുന്നവൻ, വാങ്ങുന്നവൻ, സാക്ഷി നിൽക്കുന്നവൻ, എഴുതുന്നവൻ, എല്ലാവരെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. കുല്ലുഹും ഫിന്നാർ, എല്ലാ ആളുകളും നരകത്തിന്റെ വക്താക്കളാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇത്രയും അപകടമാണ് പലിശ. ഈ പലിശയിലൂടെ സമ്പാദിച്ചവൻ അവന്റെ നിസ്കാരം, നോമ്പ്, പ്രാർത്ഥന, പുണ്യകർമ്മങ്ങൾ എല്ലാം പാഴാക്കപ്പെട്ടു, എല്ലാം പാഴാക്കപ്പെട്ടു. അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും ശത്രുക്കളാണ് പലിശക്കാർ. പള്ളിയിൽ ഉസ്താദന്മാരുടെ ശത്രുക്കളല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉസ്താദിനോട് ശത്രുത പ്രഖ്യാപിക്കാം, വേണമെങ്കിൽ പള്ളിയിൽ ഉസ്താദിനെ നിങ്ങൾക്ക് പുറത്താക്കാം, നോട്ടീസൊക്കെ അടിച്ചിറക്കാം, എന്തെങ്കിലുമൊക്കെ കള്ളത്തിനൊക്കെ പറഞ്ഞൊപ്പിക്കാം. പക്ഷേ പലിശയുമായി ബന്ധപ്പെട്ടവരെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫഇല്ലം തഫ്അലു, പലിശ ഇടപാട് നിർത്താൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ അല്ലാഹുവിൽ നിന്നും അവന്റെ റസൂലിൽ നിന്നുമുള്ള യുദ്ധപ്രഖ്യാപനത്തെ നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. അള്ളാഹുവിന്റെ ശത്രുക്കളാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ശത്രുക്കളാണ് പലിശക്കാരെന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ പലിശയിലൂടെ പണം ഉണ്ടാക്കിയോ സർവ്വസാധാരണമായില്ലേ? ഗൾഫിൽ പോയി മകന് വിസ വേണം, പലിശക്കാരന്റെ അടുക്കലേക്ക് പോകും. കല്യാണമാണോ, പലിശക്കാരന്റെ അടുക്കലേക്ക് പോകും. പലിശ ഇങ്ങനെ സർവസാധാരണമായി എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു പലിശ. പലിശ മാത്രമല്ല, ലോട്ടറിയുമായി ബന്ധപ്പെടുന്നവർ, ചൂതാട്ടം, ലോട്ടറി ടിക്കറ്റ്. പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ രാവിലെ കാത്തിരിക്കുക മാതൃഭൂമി പത്രം വരാൻ, ചുരണ്ടാനായിട്ടേ. ഒരു പട്ടുസാരിയെങ്കിലും, ഒരു ബ്ലൗസിന്റെ കഷണമെങ്കിലും കിട്ടുമോ പടച്ചോനെ? മലയാള മനോരമയും പല്ല് തേക്കുന്നതിന് മുമ്പേ വന്ന് പേപ്പറിനകത്തിട്ട് തേക്കുക. ഓ പടച്ചോനെ, എന്തെങ്കിലും ഒന്ന് കിട്ടുമോ? അരപ്പവനെങ്കിലും കിട്ടുമോ പടച്ചോനെ? ഇതറിയാൻ വേണ്ടിട്ട് ചൂതാട്ടമാ. ലോട്ടറി ടിക്കറ്റ് എടുക്കലും കൊടുക്കലും ഒന്നും വിഷയമല്ലല്ലോ. അപ്പൊ ബിസ്മില്ലാ ലോട്ടറി കടയുടെ പേരാ.
ലോട്ടറിക്കാരൻ കാറിൽ ഇങ്ങനെ കച്ചവടം ചെയ്യാ, കാറിന്റെ പിറകിൽ മാഷാ അല്ലാഹ്, കാറിന്റെ മുമ്പിൽ ഹാദാ മിൻ ഫളിൽ റബ്ബി, എന്റെ പടച്ചവന്റെ ഔദാര്യമാണിതെന്ന്. ചെയ്യുന്നത് ലോട്ടറി. പ്രശ്നമാണ്, അപകടമാണ്. നിസ്കാരക്കാര് പോലും ലോട്ടറി എടുത്തിട്ട് പള്ളിയിൽ വന്നു വരുന്നില്ലേ? സുബഹി നിസ്കാരം കഴിഞ്ഞു വരുന്ന ഇങ്ങനെ ദുആ ചെയ്യും, അല്ലാഹുവേ പോക്കറ്റിലിരിക്കുന്ന ഓണം ബമ്പറിന് അടിക്കണേ പടച്ചവനെ ഒന്നും അറിയാതെ തൊട്ടടുത്ത ചായക്കടയിൽ പോവും, പത്രമൊക്കെ തുറന്ന് ഇങ്ങനെ വായിച്ച് മറിച്ച് ഇങ്ങനെ നോക്കി പതുക്കെ പോക്കറ്റിൽ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഓരോ അക്കവും ഇങ്ങനെ നോക്കുക. അപകടവാ. അല്ലാഹുവിന്റെ റസൂൽ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സഹാബാക്കളും കഠിന കുറ്റമെന്നുള്ള നിലയിലാണ് പലിശയെയും ലോട്ടറിയെയും കണ്ടിട്ടുള്ളതെങ്കിൽ അറിയുമോ ലോട്ടറിയുമായി ബന്ധപ്പെടുന്നവരെ പറ്റിയിട്ട് സഹാബത്ത് പറയുന്നതെന്താ? ഏതെങ്കിലും ഒരു മനുഷ്യൻ ലോട്ടറിയും ചൂതാട്ടവുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ തുമ്മ യഖൂമു ഫയുസല്ലി, എന്നിട്ട് പള്ളിയിലേക്ക് വന്ന് കൃത്യമായി നിസ്കരിക്കുന്നവരാണെങ്കിൽ, ലോട്ടറിയുമായി ബന്ധപ്പെട്ടിട്ട് നിസ്കാരവും കൃത്യമായി മുറുകെ പിടിക്കുന്നവർ എങ്ങനെയാണ് ഇസ്ലാമിക സമൂഹം അവരെ നോക്കി കാണുന്നതെന്നറിയുമോ? ഹബീബായ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബാക്കൾ പറയുകയാ, അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ ഉപമ അവനെ ഞങ്ങൾ എങ്ങനെയാ പരിഗണിക്കുന്നത്? കമസലി റജുലിൻ യതവല്ലഉ ബിൽ ഖൈഹി വലഹ്മിൽ ഖിൻസീർ ثم يقوم فيصلي. ലോകത്തെ ഏറ്റവും നിന്ദ്യവും നികൃഷ്ടവുമായ ജീവിയായ പന്നി, സ്വന്തം മലം മൂത്രം പോലും തിന്ന് വിഷപ്പടക്കുന്ന പന്നി, ഏറ്റവും വൃത്തികെട്ട ജന്തുവായ പന്നി, ഈ പന്നിയുടെ ശരീരത്തിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന ദുർഗന്ധം വമിക്കുന്ന ചലവും ചീഞ്ചലവുമെല്ലാം തന്റെ കൈകളിൽ ശേഖരിച്ചിട്ട് ആ പന്നിയുടെ ശരീരത്തിലെ രക്തവും ചലവും കൊണ്ട് വളുവെടുത്ത മനുഷ്യൻ അതുകൊണ്ട് തന്റെ മുഖം കഴുകി, അതുകൊണ്ട് തന്റെ കൈകൾ കഴുകി, അതുകൊണ്ട് തല തടകി, അതുകൊണ്ട് കാല് കഴുകിയിട്ട് ഒരാള് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്നാൽ എത്രത്തോളം അയാളിൽ നിന്ന് നാം ദൂരം പാലിക്കുമോ അതുപോലെയാ ലോട്ടറിയുമായി ബന്ധപ്പെട്ടിട്ട് നിസ്കരിക്കുന്നവരോട് ഞങ്ങൾ ദൂരം പാലിക്കുന്നതെന്ന് മഹത്തുക്കളായ സഹാബത്ത് പറയുകയാ. ചൂതാട്ടവുമായി ബന്ധപ്പെട്ട് ചീട്ടുകളൊക്കെ ഉണ്ട്, പഞ്ചീസുകളുണ്ട്, ലോട്ടറി എടുക്കലുണ്ട്, കൃത്യമായ നിസ്കാരമുണ്ട്. എന്ത് സാലിഹത്തായ ചീട്ടുകളിക്കാരനാ! നിസ്കാരമുണ്ട്. സഹാബത്ത് പറയാ, ഇങ്ങനെയുള്ള ആളുകളെ ഞങ്ങൾ പരിഗണിച്ചത് ഒരാള് പന്നിയുടെ ശരീരത്തിലെ ഈ ദ്രാവകങ്ങൾ എടുത്ത് ഒതു ചെയ്ത് പള്ളിയിലേക്ക് വന്ന അവന്റെ അടുത്തു പോലും നമ്മൾ പോവില്ല, സഹകരിക്കാൻ പോലും തയ്യാറാവില്ല. ലോട്ടറി എടുത്തിട്ട് നിസ്കരിക്കാൻ വരുന്നവരുടെ ഉദാഹരണം ഇതാണ്. അവരുടെ ഉപമ ഇങ്ങനെയാണ്. അവരോട് എടുക്കേണ്ടുന്ന നിലപാടുകൾ ഇങ്ങനെയാണ്. ഒരാള് ലോട്ടറിയുമായി ബന്ധപ്പെട്ടു, കുറച്ച് പണമൊക്കെ കിട്ടി. എന്താ അവന്റെ കാര്യം? അവന്റെ വിഷയത്തിൽ ഇസ്ലാമിന്റെ തീരുമാനം എന്താ? അവൻ പച്ച പന്നിയിറച്ചി തിന്നവനാണ്, ചൂതാട്ടത്തിലൂടെ പണം ഉണ്ടാക്കിയവൻ. എന്നാലോ സാമ്പത്തിക നേട്ടം ഇന്ന് വരെ ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് 5 രൂപ പോലും അടിച്ചിട്ടില്ല. എങ്കിൽ പോലും പന്നിയുടെ കൊഴുപ്പ് കൊണ്ട് എണ്ണയുണ്ടാക്കി അത് ശരീരത്തെ തേച്ചുകൊണ്ട് നടക്കുന്നവനെ പോലെയാണവൻ. സാമ്പത്തിക വിശുദ്ധി ഉണ്ടാകണം, സാമ്പത്തിക രംഗത്ത് വിശുദ്ധി കൈവരിക്കാൻ സാധിക്കണം. പൊതുജനത്തെ പറ്റിക്കുക, വഞ്ചിക്കുക, കൈക്കൂലി, അഴിമതി നടത്തുക. അഴിമതിക്കാരന്റെ അഴിമതി സമ്പത്തുമായി അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കുകയും അത് മുഴുവനും അവന്റെ ശരീരത്തെ ബന്ധിപ്പിച്ച് വലിയ ഭാരം ചുമത്തി നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് മുഹമ്മദ് മുസ്തഫ. കൈക്കൂലിക്കാരൻ
കൈക്കൂലിക്കാരൻ, പൊതുജനത്തിന് സേവനം ചെയ്തു കൊടുക്കേണ്ടതിന് കൈക്കൂലി വാങ്ങുന്നവൻ നാളെ അള്ളാന്റെ കോടതിയിൽ വന്നാൽ അവന്റെ ഇടത് കൈയും വലത് കൈയും ചേർത്ത് കെട്ടിക്കെട്ട് നരകത്തിന്റെ ഒരു ഭാഗത്തേക്ക് വലിച്ചെറിയും. 500 വർഷം കഴിഞ്ഞാലും അതിന്റെ അടിയിലേക്ക് അവനെത്തൂല. അത്രയും ആഴമുള്ള ഭാഗത്തേക്കാണ് ഒരു കൈക്കൂലിക്കാരനെ അള്ളാഹ് വലിച്ചെറിയുന്നത്. അതുകൊണ്ട് സാമ്പത്തിക രംഗത്തുള്ള വിശുദ്ധി വലിയൊരു വിഷയമാണ്, വലിയ വിഷയമാണ്. പലിശയും ലോട്ടറിയും കൈക്കൂലിയും കരിഞ്ചന്തയും അൽ മുഫ്തക്കിറു മൽഊൻ, പൂഴ്ത്തിവെക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. പൊതുജനത്തിന് ആവശ്യമുള്ള സമയത്ത് ഈ സാധന സാമഗ്രികളൊക്കെ ഇവൻ പൂഴ്ത്തിവെക്കും, എന്നിട്ട് വില കൂടുന്ന സമയത്ത് പുറത്തെടുക്കും. ശപിക്കപ്പെട്ടവനാണവൻ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ കച്ചവട സാമ്പത്തിക രംഗങ്ങളിലൊക്കെ വിശുദ്ധി കൈവരിച്ച് സംശുദ്ധിയോടുകൂടി പുണ്യങ്ങൾ ചെയ്യുവിൻ, അത് പ്രതിഫലം നൽകപ്പെടും. ഇല്ലെങ്കിൽ പുണ്യങ്ങൾ പാഴാക്കപ്പെടുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ മൂന്നാമത്തെ വിശുദ്ധി സാമ്പത്തിക വിശുദ്ധി. നാലാമത്തെ വിശുദ്ധി കുടുംബ രംഗത്തുള്ള വിശുദ്ധി. വലിയ നിസ്കാരക്കാരൻ, നാട്ടിൽ അറിയപ്പെട്ട വലിയ ദീനിയായ ആബിദായ മനുഷ്യനാണ്. സുബൈക്ക് ആദ്യം പള്ളിയിലെത്തുന്ന ആജിയാരാ, സാധനം അതിനെ വിളിച്ചോണത്തുന്ന ആജിയാരാ. വലിയ എല്ലാവർക്കും വലിയ താല്പര്യവും വലിയ സ്ഥാനവും മാനവും മഹത്വമുള്ള ആളാ. പക്ഷേ കുടുംബക്കാരോട് നല്ല ബന്ധം പുലർത്തുന്നില്ല എങ്കിൽ ഇതൊന്നും അള്ളാന്റെ അടുത്ത് നിന്ന് കിട്ടൂല. വലിയ നിസ്കാരക്കാരും നോമ്പുകാരും ചേട്ടനോട് വഴക്ക്, അനിയനോട് വഴക്ക്, കൊച്ചാപ്പയുടെ വഴക്ക്, മൂത്താപ്പയുടെ വഴക്ക്. കുടുംബ ബന്ധങ്ങളിൽ സൂക്ഷ്മതയില്ല. സഹോദരിമാര് ശ്രദ്ധിച്ച് കേൾക്കേണ്ട വിഷയം. നിസ്സാര വിഷയത്തിനാ പിണക്കം. കല്യാണത്തിന് വിളിച്ചപ്പോ കുറച്ച് താമസിച്ചു പോയി, അതാ പ്രശ്നം. മരണ വീട്ടിൽ വെച്ച് കണ്ടിട്ട് പോലും അവൻ എന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചില്ല. മരിപ്പൂട്ടിയെ കണ്ടാലും ചിരിക്കണം ചില ആളുകൾക്ക്. അല്ലോ, ചിലർക്ക് ചിരിച്ചാ പിണക്കം, ചിലർക്ക് ചിരിച്ചില്ലേ പിണക്കം. ചിരിച്ചാ അവൻ എന്നെ കളിയാക്കി ചിരിച്ചു, ചിരിച്ചില്ലെങ്കിൽ അവനൊന്ന് ചിരിച്ച പോലും ഇല്ല. ഇങ്ങനെ ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ കുടുംബ പിണക്കം. കുടുംബക്കാരോട് ബന്ധുത്വത്തെ മുറിക്കുന്നവർ എത്ര വലിയ ഇബാദത്തുകാരെന്ന് പറഞ്ഞാലും ഒരു രക്ഷയില്ല, ഒരു രക്ഷയുമില്ല. ബന്ധുത്വത്തെ മുറിച്ചു കളയുന്നവർ, ബന്ധുക്കളോട് നല്ല നിലയിൽ പെരുമാറാത്തവർ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. ഇന്ന അഅമാല ബനി ആദം, മനുഷ്യ മക്കൾ ചെയ്യുന്നതായ സൽക്കർമ്മങ്ങളൊക്കെ പടച്ചവന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുകയാ. എവിടെയാ? വെള്ളിയാഴ്ച രാവിന്റെ ദിവസത്തില്, വ്യാഴാഴ്ച മഗ്രിബ് കഴിഞ്ഞുള്ള നിമിഷങ്ങളില് ഓരോ മനുഷ്യരും ചെയ്യുന്ന പുണ്യകർമ്മങ്ങളെ പടച്ചവന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുകയാ. പക്ഷേ ഈ പുണ്യകർമ്മങ്ങളൊക്കെ ഹാജരാക്കപ്പെട്ടാലും ഫലം ആ സന്ദർഭങ്ങളില് ഹബീബായ റസൂൽ പറയുകയാ, കുടുംബ ബന്ധം മുറിച്ചവരുടെ പുണ്യങ്ങളെ അല്ലാഹു സ്വീകരിക്കുന്നതല്ല. കുടുംബ ബന്ധം മുറിച്ചവരുടെ പുണ്യങ്ങളെ അല്ലാഹു സ്വീകരിക്കുന്നതല്ല. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വലിയ സഹാബിയാണ്, ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്ത സഹാബിയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ദീനീ പ്രഭാഷണം നടക്കാൻ പോവുകയാ. ഒരു വെള്ളിയാഴ്ച രാവിന്റെ ദിവസം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ദീനീ സദസ്സ്, ഒരുപാട് ആളുകൾ വന്ന ആ സദസ്സിൽ ഇങ്ങനെ തടിച്ചുകൂടെ കാത്തിരിക്കുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദീനീ നസീഹത്ത് നടത്താൻ സദസ്സിലേക്ക് വന്നു. സദസ്സിലേക്ക്, വേദിയിലേക്ക് കടന്നിട്ട് ആദ്യമായ സദസ്സിനെ നോക്കി മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉഖ്റുജു അലാ കുല്ലി ഖാത്തിഉ. കുടുംബ ബന്ധം മുറിച്ചവരെ, ആ കുടുംബ ബന്ധം മുറിച്ചവരാരെങ്കിലും ഉണ്ടോ? ഈ സദസ്സിൽ നിന്ന് പുറത്തു പോവുക.
കുടുംബ ബന്ധം മുറിച്ചവരെന്റെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകണം. ഒരാളും ചതിച്ചില്ല, എല്ലാവരും നിശബ്ദതയിലാണ്. വീണ്ടും രണ്ടാമത് പറഞ്ഞു, കുടുംബ ബന്ധം മുറിച്ചവരെ, ഇവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോയിക്കൊള്ളണം ഇപ്പോൾ തന്നെ. രണ്ടാമതുമാർക്കും മിണ്ടാട്ടമില്ല, നിശബ്ദതയിലാണ്. മൂന്നാമതും ഇതേ ആവശ്യം പറഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേൽക്കുകയാ. വർഷങ്ങളോളം പിണങ്ങിക്കഴിഞ്ഞ തന്റെ ഉമ്മയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൈപിടിച്ച് പൊരുത്തം ചോദിച്ചു. ആ ഉമ്മ ചോദിച്ചു, പൊന്നുമോനെ, ഇത്രയും നാൾ ഇങ്ങനെ ഒരു മനസ്സ് വന്നില്ല, ഇപ്പൊ നീ വന്നിട്ട് പൊരുത്തം ചോദിച്ചതെന്തിനാ? ആ മകൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമ്മ, ഇതേപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലിരുന്നപ്പോൾ ആദ്യം തന്നെ സദസ്സിലേക്ക് വന്ന് കുടുംബ ബന്ധം മുറിച്ചവരൊക്കെ എഴുന്നേറ്റ് പോകണമെന്ന് പറഞ്ഞു. 3 തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടാണ് എഴുന്നേറ്റ് വന്നത്. ആ ഉമ്മ പറഞ്ഞു, മോനെ, പോയി ചോദിക്കുക എന്തുകൊണ്ടാ ഇങ്ങനെ ചെയ്തതെന്ന്. ആ ചെറുപ്പക്കാരൻ പോയി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലേക്ക് എന്നിട്ട് ചോദിച്ചു, അബൂ ഹുറൈറ തങ്ങളെ, എന്തിനാ ഒരു ദീനീ സദസ്സിൽ നിന്നും എന്നെ എഴുന്നേൽപ്പിച്ചു വെച്ചത്? കള്ളുകുടിയന്മാർ എഴുന്നേറ്റ് പോകാൻ പറഞ്ഞില്ല, വ്യഭിചാരികൾ എഴുന്നേറ്റ് പോകാൻ പറഞ്ഞില്ല, മറ്റേതെങ്കിലും തെറ്റ് ചെയ്യുന്നവർ എഴുന്നേറ്റ് പോകാൻ പറഞ്ഞില്ല, കുടുംബ ബന്ധം മുറിച്ചവര് മാത്രം എഴുന്നേക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാ? മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബായ മുത്തു റസൂൽ പഠിപ്പിച്ചത് ഞാൻ കേട്ടിട്ടുള്ളതാ. അതെ, ഏതെങ്കിലും ഒരു ആളുകളുടെ കൂട്ടത്തില് ഏതെങ്കിലും ഒരാളുകളോടൊപ്പം കുടുംബ ബന്ധം മുറിക്കുന്നവനുണ്ടോ? കുടുംബ ബന്ധം മുറിച്ച ആളുകളുടെ അമലുകള് പടച്ച തമ്പുരാൻ സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ട് അബൂ ഹുറൈറയുടെ ദീനീ സദസ്സില് കുടുംബ ബന്ധം മുറിച്ചവനായും നീ കടന്നുപോയാൽ ഈ സദസ്സിന് അല്ലാഹു സ്വീകരിക്കുന്നതല്ല. മഹാനായ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബ ബന്ധം മുറിച്ചവരുള്ള സദസ്സ്. ഞാൻ ഈ സദസ്സിൽ വരുന്നതിന് മുമ്പ് ആദ്യമായി കുടുംബ ബന്ധം മുറിച്ചവരുണ്ടൊക്കെ ഇറങ്ങിപ്പോണം. ഇവിടെ വേണ്ട. ഭാര്യയുടെ കുടുംബക്കാരോട്, ഭർത്താവിന്റെ കുടുംബക്കാരോട്, മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, സഹോദരങ്ങളുടെ മക്കളോട് പിണങ്ങിക്കഴിയുന്നവരുണ്ടോ എഴുന്നേറ്റ് പോകണം. കാരണം ഈ സദസ്സിന്റെ പുണ്യം പോലും അവർ കാരണം തടയപ്പെടും. ഒരു ഇൽമിന്റെ സദസ് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന സദസ് എന്ന് പറഞ്ഞാൽ മലക്കുകൾ വലയം ചെയ്യപ്പെടും. അള്ളാഹുവിന്റെ അടുക്കൽ ഈ സദസ്സിനെ പറ്റി ചർച്ച ചെയ്യപ്പെടും. ഈ സദസ്സിലിരിക്കുന്നവർക്ക് സ്വർഗം കൊണ്ട് അള്ളാഹു വാഗ്ദാനം ചെയ്യും. അള്ളാഹു നരകമോചനം കൊണ്ട് അവർക്ക് ഉറപ്പ് തരും. ഇത് ഒരു ദിക്റിന്റെ ഇൽമിന്റെ സദസ്സിന്റെ മഹത്വമാണെങ്കിൽ, ഇങ്ങനെ ഒരു സദസ്സിൽ കുടുംബക്കാരോട് പിണങ്ങിയ, ബന്ധുത്വം മുറിച്ചു കളഞ്ഞ ആരെങ്കിലും വന്നിരുന്നാൽ ഹബീബായ റസൂൽ പറയുന്നു, ഇന്നർ റഹ്മത ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹി ഖാതിഉ റഹിം. കുടുംബ ബന്ധം മുറിച്ചവരുള്ള സദസ്സിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കാരുണ്യം വർഷിപ്പിക്കപ്പെടുന്നതല്ല. കുടുംബ ബന്ധം മുറിച്ചവർ കുടുംബ ബന്ധം മുറിച്ചവൻ എത്ര വലിയ നന്മകൾ ചെയ്തവനെന്ന് പറഞ്ഞാലും അവന് സ്വർഗം കിട്ടില്ല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കുടുംബരംഗത്തെ നമ്മുടെ വിശുദ്ധി, കുടുംബരംഗത്തെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചോളൂ. ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. അവസാനമായി സാമൂഹിക രംഗത്തുള്ള വിശുദ്ധി, സാമൂഹിക രംഗത്തുള്ള വിശുദ്ധി, പൊതുജനവുമായി ഇടപഴകുമ്പോഴുള്ള വിശുദ്ധി. ഈ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ പറ്റിയില്ല എങ്കിൽ നന്മകൾ സ്വീകരിക്കപ്പെടില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബാക്കൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഒരു പെണ്ണുണ്ട്, പല ദിവസവും അവൾ പകലിൽ സുന്നത്ത് നോമ്പ് പിടിക്കുന്നവളാണ്, പലപ്പോഴും രാത്രി മണിക്കൂറുകളോളം നിന്ന് നിസ്കരിക്കുന്നവളാണവൾ, ഒരുപാട് സ്വതക്കകൾ ചെയ്യുന്നവളാണവർ. പക്ഷേ അവളുടെ നാവ് അടങ്ങിയിരിക്കൂല. അയൽക്കാരെയും മറ്റുള്ളവരെയൊക്കെ നാവ് കൊണ്ട് വേദനിപ്പിക്കുന്നവളാണവർ. റസൂലുള്ള പറഞ്ഞു, അവളുടെ നന്മ കൊണ്ട് ഒരു കാര്യമില്ല, അവളും നരകത്തിലാണ്. പൊതുസമൂഹവുമായുള്ള ഇടപെടലുണ്ട്.
വാശിയും വൈരാഗ്യവും പിണക്കവുമായി കഴിഞ്ഞാൽ, തന്റെ ഒരു മുസ്ലിമായ സഹോദരനോട് വഴക്കടിച്ചു കഴിഞ്ഞാൽ, സ്നേഹബന്ധങ്ങളില്ലാതെ കഴിഞ്ഞാൽ, പിണങ്ങിക്കൊണ്ട് യാതൊരുവിധ ബന്ധവുമില്ലാതെ കഴിഞ്ഞു പോയാൽ, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുന്നു, തുഫ്തഹു അബ്വാബുൽ ജന്നതി യൗമൽ ഇസ്നൈനി വ യൗമൽ ഖമീസ്. ഓരോ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പടച്ച തമ്പുരാൻ സ്വർഗം തുറക്കുകയാണ്. അതേ തിങ്കളാഴ്ച ദിവസം അല്ലാഹു സ്വർഗം തുറക്കുകയാ. നാളെ തിങ്കളാഴ്ചയുടെ ദിവസമാണ്, വ്യാഴാഴ്ച അല്ലാഹു സ്വർഗം തുറക്കുകയാ. ഈ സ്വർഗീയ കവാടങ്ങളെ തുറന്നിട്ട് കൊടുത്തിട്ട് പടച്ച തമ്പുരാൻ ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ശൈആ, അല്ലാഹുവിൽ ശിർക്ക് വെക്കാത്ത, പടച്ചവനെ പങ്കു ചേർക്കാത്ത മുഴുവൻ ആളുകൾക്കും പടച്ച തമ്പുരാൻ പാപമോചനം കൊടുക്കുമെങ്കിൽ പോലും ഇല്ലാ റജുലുൻ കാന ബൈനഹു വ ബൈന അഖീഹി ശഹ്നാ, എന്നാൽ തന്റെ ഒരു സഹോദരനോട് പിണങ്ങി കഴിയുന്നവനുണ്ടോ, അത് രാഷ്ട്രീയത്തിന്റെ പേരിലായാലും സംഘടനാ പക്ഷപാതിത്വത്തിന്റെ പേരിലായാലും തന്റെ ഒരു സഹോദരനോട് പിണങ്ങി കഴിയുന്ന ഒരു മുസ്ലിം അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുന്നതല്ല. അവന്റെ അമലുകളോ പാപമോചനമോ പടച്ചവൻ ആവശ്യമില്ല. മലക്കുകളോട് അല്ലാഹു തആല പറയുമത്രേ, അൻറുഹാദൈനി ഹത്താ യസ്തലിഹാ, അൻറുഹാദൈനി ഹത്താ യസ്തലിഹാ. ഈ മലക്കുകളെ, നിങ്ങൾ ഇവരെ വീക്ഷിക്കുക, ഇവരുടെ പിണക്കം മാറുന്നുണ്ടോ എന്ന് നോക്കുക. അത് മാറിയിട്ടല്ലാതെ സ്വീകരിക്കേണ്ടുന്നതില്ല. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വരുമത്രേ, പുണ്യങ്ങൾ പാഴാക്കപ്പെടുന്നവർ, പരസ്പരം പിണങ്ങിക്കഴിയുന്നവർ, പരസ്പരം വാശിയിലും വൈരാഗ്യത്തിലും കഴിഞ്ഞുകൂടുന്നവർ, സംഘടനാ പക്ഷപാതിത്വത്തിന്റെ പേരിൽ പിണങ്ങിക്കഴിയുന്നവർ, ഏതെങ്കിലും രണ്ട് മുസ്ലിമുകൾക്കിടയിൽ പിണങ്ങിക്കഴിഞ്ഞിട്ട് 3 ദിവസത്തിനുള്ളിൽ ആ പിണക്കം പരിഹരിക്കപ്പെടാതെ അവരിൽ ആരെങ്കിലും മരിച്ചു പോകുന്ന അവസ്ഥ വന്നാൽ അവര് നരകത്തിന്റെ അവകാശി എന്ന് മുഹമ്മദ് മുസ്തഫ. തമ്മിലുള്ള പിണക്കത്തിന്റെ പേരിൽ നരകത്തിലേക്ക് പോകണോ, പുണ്യങ്ങളെ പാഴാക്കി കളയണോ? ഈ പിണക്കവും വഴക്കം ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചുകൂടി. എത്രയോ പ്രശ്നങ്ങളിലൂടെയാ സമൂഹം മുന്നോട്ട് പോകുന്നത്, എന്തൊക്കെ സങ്കീർണതകളിലൂടെയാ ഇസ്ലാമിക സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അബ്ദുൽ നാസർ മഅദനി ഉൾപ്പെടെ, മാറാത്ത ചെറുപ്പക്കാർ ഉൾപ്പെടെ, മൂവാറ്റുപുഴയിലെ ചെറുപ്പക്കാർ ഉൾപ്പെടെ എത്രയോ നിരപരാധികൾ എന്ന ജയിലറകൾക്കുള്ളിൽ കിടക്കുമ്പോൾ ഏറ്റവും അവസാനം മലപ്പുറം ജില്ലയിൽ നിന്ന് ഷാഹിന എന്ന ഒരു പാവപ്പെട്ട സഹോദരിയെയും കൊണ്ടുപോയില്ലേ. അവരുടെ ഭർത്താവ് ഒരു കുറ്റവാളി എന്ന പേര് പറഞ്ഞിട്ട് കുറ്റം തെളിയിക്കപ്പെട്ടെങ്കിൽ, കൃത്യമായ തെളിവുകളോടുകൂടി തെളിയിക്കപ്പെട്ടെങ്കിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടട്ടെ, ശിക്ഷിക്കപ്പെടട്ടെ. എന്നാൽ ഇന്നുവരെയും കൃത്യമായ തെളിവുകളോടുകൂടി ആ കുറ്റകൃത്യത്തിന്റെ പേരിൽ ആ സഹോദരിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയില്ലേ, ആ സഹോദരിയെ റിമാൻഡ് ചെയ്തില്ലേ. നാളിന്നുവരെയും പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെയും പ്രഭാഷകന്മാരെയും പണ്ഡിതന്മാരെയും മാത്രം നോട്ടം വെച്ചെങ്കിൽ പാവപ്പെട്ട പെണ്ണിനെ പോലും പിടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥ വന്നെങ്കിൽ ഒന്ന് വിതുമ്പിക്കരയാൻ പോലും തയ്യാറാകാതെ ആദർശധീരതയോടുകൂടി കടന്നുപോയ ആ സഹോദരിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനെങ്കിലും ഇനിയെങ്കിലും ഈ വഴക്കൊന്ന് അവസാനിപ്പിച്ചുകൂടെ മുസ്ലിമേ? ഹാദിയയ്ക്ക് വേണ്ടി ഒന്നൊന്നു ചേരാൻ, ആയിഷയ്ക്ക് വേണ്ടി ഒന്നൊന്നു ചേരാൻ. വിശുദ്ധ റമളാനിൽ നമ്മൾ കണ്ടില്ലേ, മൊബൈലിലൂടെ സന്ദീപ് എന്നൊരു ചെറുപ്പക്കാരന്റെ നിലവിളി നമ്മൾ കേട്ടില്ലേ? അവന് വേണ്ടിയിട്ടെങ്കിലും ഒന്നൊന്നു ചേരാൻ, കഷ്ടപ്പെടുന്ന മുസ്ലിം സമൂഹത്തോടൊപ്പം ഒന്നൊന്നു ചേരാൻ, സഹോദര്യത്തിന്റെ സന്ദേശം ഉയർത്താൻ, തമ്മിലുള്ള പഠനപ്പിണക്കങ്ങൾക്ക് പര്യവസാനം കുറിച്ചിട്ട് പരസ്പര സഹോദര്യത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശങ്ങൾ പകർത്താൻ എനിക്കും നിങ്ങൾക്കും കഴിയാതെ പോകുന്നതെന്ത്? ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫാ കഅന്നഹും ബുൻയാനും മർസൂസ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു കെട്ടുറപ്പുള്ള കെട്ടിടം
കെട്ടിടത്തെ ഒറ്റ വരിയിൽ അണിനിരന്നു നിന്ന് പോരാടുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടമെന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ ഇസ്ലാം പഠിപ്പിച്ച സാഹോദര്യത്തിന്റെ സന്ദേശങ്ങളെ മറന്നു പോവുകയാണോ? ഒരാഗോള സാഹോദര്യത്തിന്റെ സന്ദേശമല്ലേ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത്? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതെന്താ? മുസ്ലിം എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിക ലോകം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ശരീരത്തെ പോലെയാ. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള മുസ്ലിമിനെ വേദനിച്ചാൽ അത് ലോകത്തിന്റെ മുഴുവനും വേദനയല്ലേ? ബർമയിലെ മ്യാൻമറിലെ അറാഖാനിലെ പാവപ്പെട്ട മുസ്ലിമില്ലേ? ബുദ്ധഭീകരന്മാർ കയറിയിറങ്ങി നരനായാട്ട് നടത്തിയിട്ട് നാൽക്കാലി മൃഗങ്ങളുടെ വില പോലും കൊടുത്തിട്ടില്ലാതെ തെരുവോരങ്ങളിൽ മുറിച്ചേറിയ കോടാലുകൾ കൊണ്ട് അതിക്രൂരമായി അവയവങ്ങൾ വെട്ടി മാറ്റി മുറിക്കപ്പെട്ട് ജീവന് വേണ്ടി ഇഞ്ചിഞ്ചായി വേദന അനുഭവിച്ചുകൊണ്ട് പിടഞ്ഞു മരിക്കുന്ന റോഹിംഗ്യൻ മുസ്ലിമുകളെ, അറാഖാനിലെ മുസ്ലിമുകളെ എനിക്കും നിങ്ങൾക്കും എന്നോർക്കാനും അവർക്ക് വേണ്ടി ഒന്ന് കണ്ണീരെടുക്കാനും അവരുടെ പേരിലെങ്കിലും നയിക്കപ്പെടാനും ഇന്നും മുസ്ലിം ലോകത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? വിശുദ്ധമായ ഖുർആൻ മാറോടണച്ചുകൊണ്ട് അതേ മദ്രസയിലേക്ക് കടന്നുപോയ പൊന്നുമോനല്ലേ, തൊപ്പി ധരിച്ച പൊന്നുമോൻ, വിശുദ്ധ ഖുർആൻ മാറോടണച്ച പൊന്നുമോൻ. ആ പൊന്നുമോനെ പോലും മ്യാൻമറിലെ ഇരുകാലി ജന്തുക്കളായ പട്ടാളക്കാര് പിടിച്ചു നിർത്തി അവന്റെ തലയോട്ടിയിലേക്ക് തോക്ക് ചേർത്ത് വെച്ച് കാഞ്ചി വലിച്ചിട്ട് തലയോട്ടി പിളർന്നിട്ട് ആ പൊന്നുമോൻ മരിച്ചു പോയെങ്കിൽ മുസ്ലിമേ, നമ്മളിവിടെ തമ്മി തല്ലിയല്ലേ? എവിടെ കൈകെട്ടണമെന്നുള്ള തർക്കം തീർന്നോ? എത്ര റക്അത്ത് നിസ്കരിക്കണമെന്നുള്ള തർക്കം തീർന്നോ? എന്തൊക്കെയോ കാര്യങ്ങളിൽ വഴക്കടിച്ചു കൊണ്ടിരിക്കുകയല്ലേ? എന്നാൽ ഇസ്ലാമിന്റെ സഹോദര്യ സന്ദേശം അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് കടക്കാൻ കഴിയട്ടെ. അറാഖാൻ എന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തേക്ക് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രബോധന ഫലമായി വിശുദ്ധമായ ദീനുൽ ഇസ്ലാം കടന്നു വന്ന അറാഖിന്റെ മണ്ണിലേക്ക് ബുദ്ധപരിശകൾ ട്രക്കുകൾ കൊണ്ടുവന്ന് നിർത്തുകയാ. ഒരു ട്രക്കിലേക്ക് ആണുങ്ങളെ കയറ്റുകയാ, എവിടെയോ കൊണ്ടുപോയി കൊന്നുകളയുകയാ. രണ്ടാമത്തെ ട്രക്കിൽ പെണ്ണുങ്ങളെ കയറ്റുക, എന്നിട്ട് അവരുടെ കോട്ടകൊത്തളങ്ങളിൽ കൊണ്ടുപോയിട്ട് മതി വരുവോളം മാറി മാറി അവരുടെ ശരീരം കൊത്തിവലിക്കുകയാ. എന്നിട്ട് ഇഞ്ചിഞ്ചായി കൊന്നുകളയുകയല്ലേ? പാവപ്പെട്ട മുസ്ലിം പെണ്ണിനെ പരിപൂർണ നഗ്നയാക്കി അവരുടെ മാരടം മുറിച്ചു മാറ്റി അതിൽ നിന്ന് രക്തം ഇങ്ങനെ ഇറ്റിയായി വീണിട്ട് വേദന തിന്നിട്ട് ആ സഹോദരിമാർ അവരെ വരിച്ചു വീഴുകയല്ലേ? ഈ സഹോദരങ്ങളെ കേട്ടുകേൾവികളിലൂടെ പറഞ്ഞു കേട്ട കഥകളല്ലോ എന്റെയും നിങ്ങളുടെയും കൈവെള്ളയിലിരുന്ന മൊബൈലിലൂടെ നമ്മൾ കണ്ടില്ലേ സഹോദരങ്ങളെ? പാവപ്പെട്ട മുസ്ലിമുകളെ വലിയ കിടങ്ങുകൾ കുഴിച്ചതിലേക്ക് കൊണ്ടുവന്നിട്ടിട്ട് പലയിടത്ത് മുന്നിൽ കണ്ടുകൊണ്ട് ഭയവിഹ്വലരായി വിശുദ്ധ കലിമത്ത് തൗഹീദ് ചൊല്ലിക്കൊണ്ട് അപ്പാവികളായി കഴിയുന്ന പാവപ്പെട്ട മുസ്ലിമിനെ ഏതോ വലിയ പുണ്യകർമ്മം ചെയ്തു എന്ന ചാരിതാർത്ഥ്യത്തോടുകൂടി ഒരു വലിയ നേർച്ച നിറവേറിയെന്ന സ്വപ്നത്തോടുകൂടി കണ്ണിൽ ചോരയില്ലാത്ത ഇരുകാലി മൃഗങ്ങൾ ചുറ്റും കൂടിയിട്ട് അവരുടെ അടുക്കലേക്ക് വലിയ ബുൾഡോസർ കൊണ്ടുവന്നിട്ട് മണ്ണ് മൂടിയിട്ട് ശ്വാസം മുട്ടിച്ച് കൊന്നുകളയുന്നത് കണ്ടില്ലേ? ഒന്നോ രണ്ടോ വയസ്സ് മാത്രമുള്ള ഒന്നോടാൻ പോലും കഴിവില്ലാത്ത പിഞ്ചു കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് ആയുധങ്ങൾ കുത്തി വേദനിപ്പിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടില്ലേ? വലിയ ടയറിൽ പെട്രോൾ കത്തിച്ചിട്ട് അതൊരു പാവം മനുഷ്യന്റെ ശരീരത്തിലിട്ട് ജീവന്റെ അവസാന നിമിഷം പോകുന്നത് വരെയും ടയറിനോടൊപ്പം തന്റെ തൊലിയും ആന്തരികാവയവങ്ങളും മുരുകയിട്ട് സഹായത്തിന് വേണ്ടി കീഴപേക്ഷിച്ച് മരിച്ച ഒരു പാവം സഹോദരനെ നമ്മൾ കണ്ടില്ലേ? ഈ സഹോദരങ്ങൾക്ക് വേണ്ടി, ഈ സഹോദരിമാർക്ക് വേണ്ടി ഒന്ന് ഐക്യപ്പെടാനെങ്കിലും ഉമ്മത്തിന് കഴിയട്ടെ. നിരപരാധികൾക്ക് വേണ്ടി ഐക്യപ്പെടാൻ, ഇസ്ലാമിക ശരീഅത്തിന് വേണ്ടി ഐക്യപ്പെടാൻ, ഇസ്ലാമിലേക്ക് കടന്നു വന്നവർക്ക് വേണ്ടി ഐക്യപ്പെടാൻ, തടവറകളിൽ കിടക്കുന്നവർക്ക് വേണ്ടി ഐക്യപ്പെടാൻ ഇനിയും നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നിസാര വിഷയത്തിന്റെ പേരിൽ തമ്മിലടിക്കാനും തെറി വിളിക്കുവാനുമാണ് ഈ സമൂഹം തയ്യാറാകുന്നതെങ്കിൽ നമ്മുടെ പാപങ്ങളുള്ള പൊറുക്കുന്നതല്ല, അള്ളാന്റെ മുമ്പിൽ നമുക്ക് സ്വീകാര്യതയില്ല. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
അതുകൊണ്ട് സാഹോദര്യമില്ലാത്തവർ, വഴക്കും വൈരാഗ്യവും വാശിയുമായി കഴിഞ്ഞുകൂടുന്നവർ, നന്മകൾ സ്വീകരിക്കപ്പെടാതെ പുണ്യങ്ങൾ പാഴാക്കപ്പെട്ടവരായി പടച്ചതമ്പുരാന്റെ നാരകീയ ശിക്ഷ അവരനുഭവിക്കേണ്ടി വരുമെന്ന് ഹദീസിലൂടെയും ഖുർആനിലൂടെയും മനസ്സിലാക്കാൻ സാധിച്ചെങ്കിൽ ഈ അഞ്ച് വിശുദ്ധികൾ കർമ്മരംഗത്തെ വിശുദ്ധി, വിശ്വാസരംഗത്തെ വിശുദ്ധി, സാമ്പത്തിക രംഗത്തെ വിശുദ്ധി, കുടുംബരംഗത്തെ വിശുദ്ധി, സാമൂഹിക രംഗത്തെ വിശുദ്ധി, ഈ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ കഴിയട്ടെ. പരസ്പര ബന്ധം മുസ്ലിമുകൾക്കിടയിലുള്ള മാത്രം ബന്ധമല്ല. ഞാൻ പറഞ്ഞുവല്ലോ, ഇന്ന് ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കാനുള്ള ശ്രമമാണ് ഇവിടെ. അതുകൊണ്ട് അതിന് വളം വെച്ചു കൊടുക്കാതെ നമ്മുടെ അയൽക്കാരായ, നമ്മുടെ തൊഴിലാളികളായ, നമ്മുടെ മുതലാളിമാരായ, നമ്മുടെ വിദ്യാർത്ഥികളായ, നമ്മുടെ അധ്യാപകരായ, നമ്മുടെ കൂട്ടുകാരായ, നമ്മുടെ സഹപ്രവർത്തകരായ ഹൈന്ദവ സഹോദരങ്ങളോടും നല്ല ബന്ധം പുലർത്തി സാമൂഹിക രംഗത്തും വിശുദ്ധി കൈവരിച്ച് ഒരു ജീവിതം കാഴ്ചവെക്കാൻ, അതിലൂടെ പുണ്യങ്ങൾ സ്വീകരിക്കപ്പെട്ട് പടച്ചതമ്പുരാൻ കനിഞ്ഞരുളുന്ന സമ്മാനമായ സ്വർഗം നേടിയെടുക്കാൻ അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഇൻഷാ അല്ലാഹ് നമ്മുടെ അവസാന ദിവസം വായിച്ചാൽ മതി. നമ്മുടെ അവസാന ദിവസപാട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തുകൊണ്ട് നമുക്ക് പിരിയാം.